ഇനി ഹായ് 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 സുരേഷ് ഏട്ടാ. ഹായ് ഹായ് ഹായ്. ഹായ്. ആരോ പറഞ്ഞ പോലെ രാജേഷും നമ്മൾ നിസാർ ഭായി എല്ലാം ഒന്നും ഗ്രൂപ്പിൽ ഇട്ടിട്ടില്ലാന്ന് തോന്നുന്നു. ഞാൻ വിളിച്ചവരാ കൂടുതൽ. ഞാൻ സംസാരിക്കുന്നത് കേൾക്കാൻ വേണ്ടി ഞാൻ തന്നെ ആൾക്കാരെ വിളിച്ചു കൂട്ടും. അതാ പറയുന്ന ഒരു മദ്യപാന ആസക്ത രോഗിക്ക് എന്തെല്ലാം പ്രശ്നമാണെന്ന് ആലോചിച്ച് നോക്ക്. ഓക്കെ, ഇപ്പം ഗ്രൂപ്പ് മറ്റുള്ള ഗ്രൂപ്പ് വന്നേ ഉള്ളൂ ഇപ്പം. ഞാൻ ചുമ്മാ പറഞ്ഞ അനിൽ നായർ. അപ്പൊ നമ്മള് ഇതൊന്നും വലിയ സീക്രട്ടായിട്ട് ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ അനോണിമിറ്റി ആണെന്നൊന്നും പറഞ്ഞൊന്നും മറച്ചു വെച്ചിട്ട് എനിക്കല്ല ഇനിയും കുറച്ച് കാലമേ ഉള്ളൂ. ഈ ഏല് കിട്ടിയ സുബോധ ജീവിതത്തിന്റെ ഈ എല്ലാ ക്രെഡിറ്റ്സും അല്ലെങ്കിൽ എല്ലാ എൻ്റെ ജീവിതത്തിന് കിട്ടിയ എല്ലാ നന്മകൾക്കും ഈ കൂട്ടായ്മയും ഈ ചാൻസ് തരുന്ന ഓരോ ഗ്രൂപ്പുകളും തന്നെയാണ് എന്നെ വളർത്തിയത്. അത് എസ്പെഷ്യലി ഈ കൊറോണ കാലത്താണ്. എനിക്കെല്ലാം എന്താ പറയേണ്ടത് എനിക്കറിയില്ല. ഞാൻ ഇപ്പം വിചാരിച്ചതാ ഈ നായിക്ക് കൊട്ടത്തേങ്ങ കിട്ടിയ കഥയാണ്. നമ്മളെ കണ്ണൂർ സ്ലാങ് പറയുന്നത് നിൽ നായറിനെല്ലാം മനസ്സിലാവുന്നത്. നായിക്ക് കൊട്ടത്തേങ്ങ കിട്ടിയത് കടിച്ച് പൊട്ടിക്കാനും വയ്യ, ഇട്ട് ഉരുട്ടെന്ന് പറഞ്ഞപ്പോഴേ ഈ പ്രോഗ്രാമിൽ കൂടെ ഇപ്പം പോയിട്ട് ഇത് എൻ്റെ ജീവിത രീതിയിലേക്ക് എങ്ങനെയാണ് ചെലുത്തേണ്ടതെന്ന് ഇപ്പം മനസ്സിലാത്ത രീതിയാണ്. നേരത്തെ രാജേഷ് പറഞ്ഞ പോലെ പുതുമക്കാരുടെ എങ്ങനെയുള്ള സമീപനം, ഇത് പുതുമക്കാര് ആവശ്യമില്ല. ഇന്ന് ആരെങ്കിലും പുതുമക്കാർ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അത് വിചാരിച്ച് പഴമക്കാരെല്ലാം വന്നിരിക്കും. സുരേഷ് സംസാരിക്കാൻ പോവാണ്. ഇത് കേട്ടിട്ട് ആരും ആരെയും ഒന്നും പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ദൈവത്തിന്റെ പ്രോഗ്രാം എന്ന് പറഞ്ഞത്. ഞാൻ പോയ ആദ്യ ദിവസം മുതൽ ബെഞ്ച് പിടിച്ചിടാനും ചായ വാങ്ങാനും എല്ലാത്തിനും കാരണം ഞാൻ കുടിക്കാൻ പോയി കഴിഞ്ഞാൽ ഞാൻ തന്നെ ഗ്ലാസ് എടുത്ത് വെക്കും, ഞാൻ തന്നെ ഒഴിക്കും, ഞാൻ തന്നെ കുടിക്കുന്നു പറഞ്ഞ പോലെ ആളായിരുന്നു. അതുകൊണ്ട് എനിക്കിവിടെ ആരതും ആവശ്യമൊന്നും വന്നിട്ടില്ല. പക്ഷേ ഒരു ഇത് ഇവിടെ എന്താ നടക്കുന്നതെന്ന് അറിയാനായിട്ടായിരുന്നു ഞാൻ കയറി വന്നത്. എന്താ നടക്കാൻ പോകുന്നത്? 8 പ്രാവശ്യം ശബരിമല, 4 സൈക്കാട്രിക് ഡോക്ടർ, അവസാനം ഒരു അക്യുപഞ്ചർ, മോളെ തലയിൽ കുറെ പ്രാവശ്യം സത്യം, പല പരിപാടികളും. എന്താ പറയാ, ആത്തിച്ചൂടി, മറ്റേ ഈ ചിദംബരത്തിൽ പോയിട്ട് ആ ജോത്സ്യര് പെണ്ണുങ്ങളെ കാണല്, ഏത് പെണ്ണുങ്ങൾ കാണാൻ എൻ്റെ മുഖം കണ്ടവിടെ ഇത് പറയുന്ന പെണ്ണുകൾ എൻ്റെ ഭാര്യനോട് പറയും, മോളെ നിന്റെ കാര്യം പോക്കാ. കാരണം മുഖം കണ്ടാ അറിയാം. ഇപ്പോൾ ഉള്ള പുതുമക്കാരോടെല്ലാം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു IT ഫീൽഡിലുള്ള ഒരു പയ്യൻ കാലിക്കറ്റ് ഇപ്പം റീസെൻ്റ് ആയിട്ട് 1 മാസം മുമ്പേ വന്നിരുന്നു. അവൻ എന്നെ കണ്ടപ്പം പറഞ്ഞ്, ചേട്ടൻ്റെ മുഖം കണ്ടാ അറിയാം നല്ല കുടിയനാന്ന്. ഞാൻ പറഞ്ഞു സന്തോഷം, എനിക്കങ്ങ് മനസ്സിലായല്ലോ. ബാക്കിയുള്ള കൂട്ടരെല്ലാം ഭയങ്കര നല്ല ഒരു സർവത്ത് അടിച്ച കൂട്ടറാണ്. അപ്പം വളരെ മോശമായി കുടിച്ച് എല്ലാ രീതിയിലും ഇതായി കഴിയുമ്പോഴാണ് കിട്ടുക എന്ന് പറയും. തമിഴ് മീറ്റിങ്ങിൻ്റെ ഒരാൾ പറഞ്ഞതാണ്, ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഇത് ലാസ്റ്റ് വണ്ടിയാണ്, ലാസ്റ്റ് ബസ് എന്നല്ല നമ്മളൊരാൾ പറയും. കിട്ടിക്കഴിഞ്ഞാൽ ഇവിടുന്ന് നേരെ ചുടുകാട്ടിലേക്ക് പോകാനുള്ള ചാൻസ് കിട്ടണേന്ന്. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ജീവിക്കണ്ടേ? ഇവിടെ ജീവിച്ചു കഴിഞ്ഞതിന് ശേഷം വേറെ എവിടെയെങ്കിലും വഴി തെറ്റാതെ നേരെ ചുടുകാട്ടിലേക്ക് പോകാനുള്ള ഭാഗ്യം തരണേ. കാരണം ഒരു സീനിയർ മെമ്പർ പറയും, വന്നിട്ട് കിട്ടിയതിന് ശേഷം കുടിച്ചു കഴിഞ്ഞാൽ മരണം പോലും വളരെ മോശമായ മരണമാവെന്ന് പറയും. പേടിപ്പിക്കാനൊന്നും പറയുന്നൊന്നുമില്ല. ഇവിടെ പലരും സ്ലിപ്പായിട്ടും മറ്റേതായിട്ടും തിരിച്ചേരം വന്നിട്ട് നല്ല ജീവിതം ജീവിക്കുന്നുണ്ട്. അവരാരെയും ഡിസ്കറേജ് ചെയ്യാനല്ല, ഇനി വരാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ പറയുന്നില്ല. പക്ഷേ അനുഭവങ്ങൾ കാണിച്ചു തന്ന പല ഇതിലും കൂടെ പറയാണ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് തന്നെ തുടങ്ങാൻ സമയമായി. പുതിയതായിട്ട് വരുന്ന പുതുമക്കാരോട് നമ്മളെങ്ങനെ അവരെ ഇത് ചെയ്യാന്നുള്ളതാണ് നമ്മളെ ടോപ്പിക്ക്. ഇതിന് ഒരു പ്രത്യേക, ഈ ഗ്രൂപ്പ് അങ്ങനെയാണ്, മറ്റേ ഗ്രൂപ്പ് അങ്ങനെയാണ്, അമേരിക്കയിൽ അങ്ങനെയാണ്, ദുബായിൽ അങ്ങനെയാണ്, അല്ലെങ്കിൽ ഞാൻ അധികവും പറയുന്നുണ്ട്. ഞാൻ ആദ്യം മുതലേ പറയുന്ന ഒരു കാര്യമാണ്, ഈ കുടിയന്മാർ അമേരിക്കയിൽ കുടിച്ചാലും അംജിക്കരയിൽ കുടിച്ചാലും ചെയ്യുന്ന കാര്യമെല്ലാം ഒന്നായിരിക്കും. കുടിക്കുന്ന രീതിയല്ല, കുടിക്കുന്നത് വായി തൊടായിട്ട് കുടിക്കുക, ഐസ് ഇടായിട്ട് കുടിക്കുക, അല്ലെങ്കിൽ ചൂടുവെള്ളത്ത് കുടിക്കുക, അല്ലെങ്കിൽ അതല്ല പറയുന്നത്. ആ സാധനം ഉള്ളിൽ പോയാൽ എൻ്റെ ഉള്ളിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ ഉണ്ടല്ലോ, ഞാൻ എന്തായി മാറുന്നത്, അന്യനായി മാറുന്നതെന്ന് പറഞ്ഞ പോലെ അത് അമേരിക്കയിലായാലും ഇവിടെ ആയാലും. നെയ്വേലി എന്ന് പറഞ്ഞ സ്ഥലത്ത് 2 ഫോറിനേഴ്സ് വന്നിരുന്നു. അവർ യഥാർത്ഥമായിട്ട് വേറെ എവിടെ ടൂർ പോകുമ്പോൾ വന്നിട്ട്
അവർക്ക് ഇംഗ്ലീഷ് മാത്രം, അതും മറ്റേ ഇംഗ്ലീഷ്, ഈ ദിലീപെല്ലാം സംസാരിക്കുന്ന മനസ്സിലാവുകയില്ല. അങ്ങനത്തെ ഇംഗ്ലീഷും പറഞ്ഞിട്ട് വരുന്ന കൂട്ടർ വന്നിട്ട് ഒരാൾ വലിയ തടി 110 കിലോ ഒരു ചെയറെ പൊട്ടിച്ചാണ്. അവര് ഞങ്ങളെല്ലാം ഷെയർ ചെയ്യുമ്പം തമിഴിലാണ് ഷെയർ ചെയ്യുന്നത്. ചിരിക്കും ഇങ്ങനെ. അപ്പം പറയും ഇയാൾ, നമ്മളെ സീനിയർ പറയും, ഇയാൾക്ക് ഈ തമിഴ് എന്ത് മനസ്സിലായിട്ട് ഇയാൾ ചിരിക്കുന്നത്? അപ്പൊ ലാംഗ്വേജ് ഓഫ് ഹാർട്ട് എന്ന് പറയും. കുടിയന്മാരെല്ലാം ഓരോരുത്തർ ചെയ്ത കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ കൺവെൻഷന് പോയ ചില കൂട്ടർ, അല്ലെങ്കിൽ ഇപ്പം GS ഉണ്ടായിട്ടെല്ലാം പോയാൽ ഭാഷ അറിയില്ല, എനിക്ക് അവിടെ പോയാൽ ചെയ്ത കാര്യങ്ങളെല്ലാം ഒന്നായിരിക്കും. അത് എന്താ പറയാ, ദാരു പിയ ഇല്ലെങ്കിൽ ഹാഡ് എ ഡ്രിങ്ക് മറ്റേത് എന്നെല്ലാം പറയുന്നല്ലായിട്ട് സംഗതി ഇത് ഉള്ളിൽ പോയാൽ ചെയ്ത പ്രശ്നങ്ങളെല്ലാം ഇതായിരിക്കും, അടി തട്ടിയിട്ടായിരിക്കും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടി തട്ടിയിട്ട് ആദ്യമായി കൂട്ടായ്മയിലേക്ക് കടന്നു വരുന്ന ഒരാളെ നമ്മൾ എങ്ങനെ സ്വീകരിക്കാം, അല്ലെങ്കിൽ അയാളോട് എങ്ങനെയാണ് നമ്മളുടെ മെസ്സേജ് കണ്ടിന്യൂസ് ആയിട്ട് അയാളെ മീറ്റിങ്ങിലേക്ക് വരുത്താനുള്ള, അതിനൊരു CA മെമ്പർ പറയും, നീ 12-ാം പടിയെല്ലാം ചെയ്തിട്ട് ആരെയും ഇവിടെ 1000 പേരെ കൂട്ടിയിട്ടൊന്നും വരേണ്ട കാര്യമില്ല. ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റൂലെങ്കിൽ വേണ്ട, ചെയ്യണ്ട. പക്ഷേ നിന്റെ നോക്കിലും വാക്കിലും എന്തെങ്കിലും ചെയ്തി കൊണ്ട് ഇവിടുന്ന് ആരെങ്കിലും പുറത്തേക്ക് പോകാൻ കാരണമായിട്ടുണ്ടെങ്കിൽ അത് വലിയ പാവാന്ന് പറയും. കാരണം അവസാന വണ്ടിയാണ്. ഒരു കുടുംബത്തിന്റെ രക്ഷപ്പെട്ട ഒരിതിൽ നിൽക്കുമ്പോഴാണ് ഇത് പലരും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഇതായിട്ടുള്ള ഒരു കാര്യം. അതും എസ്പെഷ്യലി പറയാം, സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ തന്നെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നീ പുറത്തു പോടാന്നല്ല. ആദ്യമായി പറയാം, ഈ ഷെയറിങ് എല്ലാം അവർ ആദ്യമായിട്ട് ഇങ്ങനെയെല്ലാം ഒരു ടോപ്പിക്ക് പറയുമ്പോൾ ഞാൻ ആദ്യമായി കടന്നു വന്ന കാലം ആലോചിക്കേണ്ടത്. ഞാൻ എങ്ങനെയായിരുന്നു, അതുകൊണ്ട് തന്നെ പറയാം, അനുഭവവും ശക്തിയും പ്രതീക്ഷയും. എൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു, പിന്നെ എന്താണ് വന്ന് നടന്നത്, ഇപ്പോഴും എങ്ങനെ ഇരിക്കുന്നു, ഇതാണ് അനുഭവ ശക്തിയും പ്രതീക്ഷയും. ഇതാണ് നമ്മളെ എയുടെ ഫോർമാറ്റ്. ഇതിൻ്റെ പുറത്ത് വിട്ടിട്ട് ഇതിന് 12 പടികളും മറ്റേ 12 പാരമ്പര്യവും അതെല്ലാം ഉണ്ട്, 12 കൺസെപ്റ്റും ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ നിന്നിട്ട് മാത്രമേ നമ്മളെ ഇത് പാടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളെ പ്രയാമ്പിളും പ്രയറും ഇതെല്ലാം വായിക്കുമ്പോൾ തന്നെ പുതുമക്കാരന് പോകുന്നില്ല, പക്ഷെ പഴമക്കാരൻ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെ ഇവിടെ ഇരിക്കണം. അതാണ് ഈ പ്രോഗ്രാം എന്ന് പറയുന്നത്. അല്ലാണ്ട് ഞാൻ കുടിക്കുന്നില്ല എത്ര വർഷമായി ഞാനൊരു റൗഡിയാന്ന് പറഞ്ഞ് ചുറ്റിത്തിരിഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതിന് പറയും ക്വാളിറ്റി സോബറിറ്റി എന്ന് പറയും. ഈ ക്വാളിറ്റി സോബറിറ്റി എടുക്കണമെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം ഒന്നും മാത്രം പോരാ. ദൈവം തന്ന അനുഗ്രഹമാണ് വഴി കാട്ടി, സ്ഥലം കിട്ടി, സ്പോൺസർ ഉണ്ട്, ബിഗ് ബുക്ക് ഉണ്ട്, എല്ലാ ലിറ്ററേച്ചർ എല്ലാം ഉണ്ട്. പിന്നെ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്യാതെ ദൈവം തരും എന്ന് പറഞ്ഞാൽ ഇനിയും ചുരുക്കി പറഞ്ഞാൽ ഞാൻ പറയുന്ന ഒരു കംപ്ലൈൻസ് ഉണ്ടായിരുന്നു. ഈ സീനിയേഴ്സ് ഒന്നും പറഞ്ഞു തരൂല. പണ്ട് പറയുന്ന കുറച്ചു കാലങ്ങൾ മുമ്പേ വരെ ഒന്നും പറഞ്ഞു തരൂല ശരിക്ക്. ഞാൻ വിചാരിച്ചു ഇവരെല്ലാം എനിക്ക് വേണ്ടി ഡെപ്യൂട്ട് ചെയ്തിട്ട് ഇങ്ങനെ അവിടുന്ന് അയച്ച ആൾക്കാരാ, ഇവർക്ക് ഞാൻ പടികൾ ചെയ്ത് നല്ല ജീവിതം ജീവിക്കാൻ ഇവർക്ക് എന്തോ ഗ്രേസ് മാർക്ക് കിട്ടുന്നുള്ള ചിന്തയിലല്ല. അല്ലെങ്കിൽ ഞാനൊരു വലിയ ആളല്ലേ, എനിക്ക് ഇവരെന്താ പറഞ്ഞു തരാത്തെന്നുള്ള രീതിയിൽ ഞാനത് പല ഇതിലും ഈ പൈസ ഇല്ല എന്ന് പറയുന്ന പോലെ തന്നെ ഈ കാര്യവും പറയും. പ്രോഗ്രാം ആരും പറഞ്ഞു തരുന്നില്ല. ഇപ്പോഴെങ്കിലും കുറേ ഇടയിൽ ഈ വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും ഈ പടികളുടെ ഇതെല്ലാം എന്താ പറയുക, പഠന ശിബിരം എല്ലാം ഏർപ്പെടുത്തുന്നുണ്ട്. അത് നല്ലതോ ചീത്തയോ അല്ലെങ്കിൽ അതിനെ ഉപയോഗിക്കുന്നുണ്ടോ ആൾക്കാർ ചെയ്യുന്നുണ്ടോ എന്നെല്ലാം. നമ്മൾ ആൽക്കഹോളിക് അനോണിമസ് എന്നുള്ള ഒരിത്, മദ്യപാനം നിർത്തണം എന്നുള്ള ആഗ്രഹം മാത്രമാണ് ചേരുവാനുള്ള ഒരേ ഒരു യോഗ്യത. ഇവിടെ വരുന്നതിന് മുമ്പേ നിനക്ക് ദൈവവിശ്വാസം വേണം, നീ പ്രാർത്ഥന പറഞ്ഞിരിക്കണം, അല്ലെങ്കിൽ നീ 2 നേരം കുളിക്കണം, ഇവിടെ വരുമ്പോൾ നീ ഒരിക്കലും അറ്റൻഡൻസ് മിസ്സാകരുത്, അല്ലെങ്കിൽ നീ കുടിക്കുന്ന സ്ഥലത്ത് പോയി, അതെല്ലാം വേറെ പറയുന്ന കാര്യങ്ങളുണ്ട്. എങ്കിലും ഒരു കണ്ടീഷനും ഇല്ലാണ്ട് ഈ ഒരു കറ്റ കണ്ടീഷൻ വെച്ചിട്ടാണ് ഉള്ളിലേക്ക് വിളിക്കുന്നത്. അതിൽ തമിഴ്നാട്ടിൽ പറയുന്നത് വാഴപ്പഴത്തിൽ ഊസി, ഈ നല്ല പഴുത്ത പഴത്തില് സൂചി ഇങ്ങനെ ഇതായി കഴിഞ്ഞാൽ അതിങ്ങനെ താനെ ഉള്ളിൽ പോകുമെന്ന് പറഞ്ഞ പോലെയാണ് നമ്മളെ പ്രോഗ്രാം. അതുകൊണ്ട് തന്നെയാണ് ഇത് 89 വർഷമായിട്ട് ഒന്നും ബ്രേക്കാതെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു അനിൽ നായരോ ഒരു സഞ്ജീവ് തളിപ്പറമ്പോ അല്ലെങ്കിൽ ഒരു കാസർഗോഡുള്ള ആളോ അല്ലെങ്കിൽ ഒരു വേലായുധനോ അല്ലെങ്കിൽ എവിടെയുള്ള ആൾക്കാർ
അവിടെ പോകുമ്പം ഇതിൻ്റെ ഒരു കൂട്ടായ്മ കൂട്ടിപ്പിടുത്തം എന്തുകൊണ്ടാണ് വരുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടിയത് ഇതൊരു വലിയൊരു ബിഗ് ട്രഷറാണ്. ഇതൊരു വലിയ സൗഭാഗ്യമാണ്. ഈ സൗഭാഗ്യം ഞാൻ കീപ്പ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ ഈ കൂട്ടായ്മയിലൂടെ ഈ പ്രോഗ്രാമിലൂടെ നിരന്തരം സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. ഈ നിരന്തര സഞ്ചാരത്തിലാണ് ഈ പുതുമക്കാരെല്ലാം എന്തായാലും കണ്ട് നമ്മളെല്ലാവരും അത് കാണേണ്ട വരും. ഇന്ന് പുതുമക്കാരായിരുന്നവർ നാളെ സീനിയറാവും, അവർ ചെയ്യേണ്ടി വരും. അപ്പം ഞാൻ ആദ്യ ദിവസം മീറ്റിങ്ങിന് ഫസ്റ്റ് ഡേ വരുമ്പോൾ എൻ്റെ ഭാര്യനോട് ചോദിച്ചത്, ഞാനിപ്പോൾ കുടിക്കുന്നില്ലല്ലോ, ഒരു ട്രീറ്റ്മെൻറ്റ് സെൻറ്ററിന് പോയി ചാകുന്ന സ്ഥിതിയിൽ നിന്ന് അതെല്ലാം പല പ്രാവശ്യം ഇവിടെ പറഞ്ഞതാ. എൻ്റെ ഭാര്യയെ കൂട്ടിക്കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വീണ്ടും ജോലിയിൽ ജോയിൻ ചെയ്തപ്പം വ്യാഴാഴ്ച ഒരു ദിവസം മാത്രം മീറ്റിംഗ്. അന്നത്തെ ദിവസം മീറ്റിങ്ങിന് പോകണമെന്ന് പറഞ്ഞപ്പം ആദ്യത്തെ ചോദ്യം, ഞാനിപ്പോൾ കുടിക്കുന്നില്ലല്ലോ പിന്നെന്തിനാ മീറ്റിങ്ങിന്? മീറ്റിങ്ങിന് ഒരു മദ്യപാനാസക്ത രോഗി എന്തെല്ലാം ചെയ്യുന്നുള്ളത് നേരത്തെ കണ്ടറിഞ്ഞുകൊണ്ടാണ് ഈ പ്രോഗ്രാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വൺ ഡേ അറ്റ് എ ടൈമും എവറി മീറ്റിംഗ് നമ്മളെ 24 hours എന്ന് പറയുന്നത്. ഒരു സീനിയർ മെമ്പർ പറയും, ഒരു മീറ്റിങ്ങിൽ നിന്ന് അടുത്ത മീറ്റിങ്ങിലേക്കുള്ള ഗ്യാപ്പാണ് 24 hours. വൺ ഡേ അറ്റ് എ ടൈം എന്ന് പറയുന്നത് ഒരു മീറ്റിങ്ങിൽ നിന്ന് ഇനിയൊരു മീറ്റിംഗ്. അപ്പം നമ്മളിപ്പോൾ ഇവിടെ കുറേ 24 hours പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. കാരണം ഓൺലൈനിലും കിട്ടുന്നുണ്ട്, ഓഫ്ലൈനിലും കിട്ടുന്നുണ്ട്. ഇന്ന് ഞാൻ ഒരു ഓൺലൈൻ മീറ്റിങ്ങിന് പോയിട്ട് വന്നിട്ട് സംസാരിക്കുന്നുള്ളൂ. ഇപ്പോൾ ഓൺലൈൻ മീറ്റിംഗ് നമ്മളെ ലബോറട്ടറി എന്ന് പറയും. കാരണം ഞാൻ എന്തെല്ലാം ചെയ്യുന്നു ഇവിടെ ഈ പറഞ്ഞു തന്നില്ല, എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ പ്രാവർത്തികമാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇനിയും പച്ചയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ തുറന്ന് കാണിക്കുന്ന ഒരു സ്കെൽട്ടൻ പോലെ എന്നെ തുറന്ന് കാണിക്കുന്ന, അതിൽ ഷെയറിങ് ഉണ്ട്, ഞാൻ ചായ കുടിക്കുന്നുണ്ട്, ഞാൻ പൈസ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, ഫങ്ഷനിങ് ഓഫ് ബെഞ്ച് എടുത്തിടുന്നുണ്ട്. കാരണം പുതുമക്കാരൻ വരുമ്പോൾ ഈ ചോദ്യത്തോടെ വരാം, ഞാൻ എന്തിനാ ഇവിടെ പോകണം, ഇവിടെ പോയി കഴിഞ്ഞാൽ എന്താ നടക്കുക? ആദ്യത്തെ ദിവസം ഉള്ളിൽ കയറ്റി വിട്ട് LKG സ്റ്റുഡൻറ്റിനെ പോലെ 2 പൊട്ടിയ ബെഞ്ചിൽ 4 പേരിരിക്കുന്ന 2 ബുക്കും വെച്ചിട്ട് അയാൾ പറഞ്ഞ് ശരിயான ഇടം ശരിயான നേരം അതിശയങ്ങൾ നടക്കുന്നു. എനിക്ക് ചിരിയാ വന്ന ഉള്ളിന്ന്. എവിടെ അതിശയോ? 41 ദിവസം നിർത്തിയിട്ട് ശബരിമലക്ക് പോയി തിരിച്ചു വന്ന് കുടിച്ചിന്. സൈക്കാട്രിക് ഡോക്ടറെ അടുത്ത് അങ്ങ് പോയി കഷ്ടപ്പെട്ട് കടം വാങ്ങിയ പൈസ കൊണ്ട് മരുന്ന് വാങ്ങി ആ മരുന്ന് കുടിച്ചിട്ട് അതിൻ്റെ കൂടെ ഞാൻ മദ്യപിച്ചിരിക്കുന്നു. അക്യുപഞ്ചറിന് എൻ്റെ ഫ്രണ്ട് കൂട്ടിപ്പോയി 41 ദിവസത്തോളം കുടിക്കാതിരുന്നിട്ട് അവനോട് എന്നെ ദേഷ്യം പിടിച്ചിട്ട് അവൻ്റെ തലയിൽ അടിച്ചിട്ട് പോയി കുടിച്ചിരിക്കുന്നു. ഈ സ്ഥിതിയിലെല്ലാം ഇവിടെ 4 പേര് ഇവർ പറഞ്ഞ് ഞാൻ കേൾക്കാൻ പോവാണ്. എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഞാൻ ഫിക്സ് ചെയ്ത് ഒരു 6 മാസം, എനിക്ക് 6 മാസം തന്നെ വലിയ പീരീഡാണ് കുടിക്കാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 6 മാസം കഴിഞ്ഞാൽ കുടിക്കാൻ പോവാം. അതുവരെ നമുക്കിവിടെ കുറച്ച് കടപ്രശ്നമുണ്ട്. ഈ ഛർദിക്കുന്ന അവസാനം ഈ അൾസറലായിട്ട് വയറ്റിൽ ഒരു തുള്ളി വെള്ളം, പച്ചവെള്ളം ഒട്ടാത്ത സ്ഥിതിയായിപ്പോയി. ഇതെല്ലാം ഒന്ന് മാറുമ്പം വീണ്ടും എൻ്റെ കാരണം പറഞ്ഞിട്ട് പോയി കുടിക്കാമെന്നാണ്. അതാണ് ഈ ടോപ്പിക്കിൻ്റെ ഏറ്റവും വലിയ ഇത്. 6 മാസം കഴിഞ്ഞ്, അതായത് കുടി നിർത്തണമെന്ന് ഒരു ആഗ്രഹമില്ലാതെ ട്രീറ്റ്മെൻറ്റ് സെൻറ്ററിൽ പോയി എൻ്റെ മരണം മാത്രം ഇതുകൊണ്ട് ഞാൻ പോയി ട്രീറ്റ്മെൻറ്റ് എടുത്ത് തിരിച്ച് എയിലേക്ക് വന്ന ആളാണ്. എയിൽ വന്നപ്പം ആദ്യം പ്രാർത്ഥന, അവരെ കൂടെ നിന്ന് അതെല്ലാം കൈകൂപ്പി പ്രാർത്ഥിക്കുന്ന കണ്ട ദൈവം തോറ്റുപോകും. എൻ്റെ അമ്മോ, ഇന്നും അങ്ങനെയാ. ഇവിടെയുള്ള കൂട്ടർ, ചില കൂട്ടർ, കോഴിക്കോടുള്ള കൂട്ടർ കളിയാക്കും. അവർ ബാക്കിൽ കൈ കെട്ടിയിട്ടാണ് പ്രാർത്ഥിക്കുക. കാരണം അവർ ദൈവം ഇല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ആ ഒരു രീതി അങ്ങനെ അവർക്ക്. അത് ആരെയും ഇവിടെ ഒന്നിനും നിർബന്ധമില്ലല്ലോ. അതാണ് ഏറ്റവും വലിയ വിജയം. ഇവിടെ ആരും ഒന്നും പറഞ്ഞൊന്നും കൊടുക്കുന്നില്ല. അപ്ന അപ്ന സാമാൻ അപ്ന ആത്മ എന്ന് പറഞ്ഞ പോലെ. അതായത് നിങ്ങളുടെ കാര്യം നിങ്ങൾ നോക്കി കറക്റ്റായിട്ട് പോയി കഴിഞ്ഞാൽ പോലെ ലളിതമായ ഒരു പരിപാടിയില്ല. പക്ഷെ ഇതെല്ലാം മനസ്സിലാക്കാൻ ചെറിയ കാലയളവ് എനിക്ക് വേണ്ടി വന്നതാണ്. 10 കൊല്ലം. എന്താന്ന് മനസ്സിലാക്കാൻ 10 കൊല്ലം. 10 കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പം മനസ്സിലായ ഇല്ല. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ കൊട്ടത്തേങ്ങ കിട്ടിയ കഥ തന്നെയാണ്. എന്നാലും കുറച്ചെങ്കിലും എനിക്ക് കിട്ടിയത് ഞാൻ വീണ്ടും ഇവിടെ റിപ്പീറ്റ് ചെയ്തുമ്പോൾ വീണ്ടും എനിക്ക് നന്മ മാത്രമേ നടക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ തുടർന്ന് വരുന്നതും. എന്ത് തന്നെ ഭാര്യനായിട്ട് അടിയും കൊച്ചറയുണ്ടെങ്കിലും, അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നം ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ ശാരീരിക പ്രശ്നം, മാനസിക പ്രശ്നം എല്ലാം ഉണ്ടെങ്കിലും ഒരു മീറ്റിങ്ങിന് കയറി വന്നാൽ, ഇന്ന് ഞാൻ പറയുന്നു 11:30 ഞാൻ പോയി കഴിഞ്ഞാൽ ഉടനെ എല്ലാം ഉറങ്ങുന്നില്ല, ഒരു 10-20 മിനിറ്റ് ഒറ്റ സ്ട്രെച്ചിൽ ഉറങ്ങും. സാധാരണ ദിവസങ്ങളാണെങ്കിൽ
അതേ 11:30 മണിയാവും ഞാൻ എല്ലാം കൂടെ ഉറങ്ങാൻ വേണ്ടിയിട്ട്. ഉറക്കം വരില്ല. ഈ ഉറങ്ങിക്കഴിഞ്ഞാൽ 3 പ്രാവശ്യം മൂത്രമൊഴിക്കാണ്. എനിക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് ഇതെല്ലാം. ഡീപ്പ് സ്ലീപ്പായിരിക്കും. ഇന്ന് 4:30 മണിക്ക് ഞാൻ വേറൊരു മീറ്റിംഗ് കയറണം എന്ന് വിചാരിച്ചാൽ ഞാൻ മോഡറേറ്റർ ആണെങ്കിൽ കയറും, അല്ലെങ്കിൽ കിടന്നുകൊണ്ട് തന്നെ അത് ഇവിടെയുള്ള കൂട്ടർക്ക് വേണ്ടി പറയാം, കിടന്ന് ഉറങ്ങിക്കൊണ്ട് തന്നെ പകുതി മീറ്റിംഗ് കേൾക്കും. ഏയിലുള്ള എല്ലാം പഴമക്കാർ പറയും നത്തിങ് വേസ്റ്റ് ഇൻ ഏയില് ഇത് തന്നെ നീ ചെയ്യണം. നീ പർട്ടിക്കുലറായിട്ട് ഒരു ടോപ്പിക് എടുത്ത് സംസാരിക്കണം. ഏയിലുള്ള സർവീസിന് ഒരതിരുമില്ല എന്നാ പറഞ്ഞത്. ചായ ഗ്ലാസ് എടുക്കുന്ന മുതൽ ആസ്ട്ര ക്ലീൻ ചെയ്യുന്ന മുതൽ സംസാരിക്കുന്നത് മുതൽ. അതുകൊണ്ട് തന്നെ പറയാം, ഏത് സംസാരിക്കാൻ പറഞ്ഞവന് ചിലപ്പം ഈ ഹാൾ ബുക്ക് ചെയ്യാൻ അറിയില്ല, അല്ലെങ്കിൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ അറിയില്ല. അങ്ങനത്തെ പല ഫങ്ഷനിങ്ങും നടക്കുന്നുണ്ട്. ഇത് നമ്മളെ കൂട്ടായ്മ എന്ന് പറയുന്നുണ്ട്. ഈ കൂട്ടായ്മ നന്നായി പോവും. ഇത്രയും കൊല്ലങ്ങൾ എല്ലായിടത്തും പല ഗ്രൂപ്പുകളായിട്ട്. ഇന്ന് കാലിക്കറ്റിലെല്ലാം എത്രയും 300ഓളം ഗ്രൂപ്പുകളുണ്ട്. ഇന്റർ ഗ്രൂപ്പിന്റെ അടിയിൽ തീരുന്നില്ല. അപ്പൊ അതും വേറൊരു പ്രശ്നമാണ്. അടുത്ത പ്രശ്നം അവിടെ തുടങ്ങുന്നത്. അപ്പം പുതുമക്കാർ വരുമ്പോൾ പല സംശയങ്ങളോടെ. എൻ്റെ ആദ്യത്തെ സംശയം, എന്തിനാ ഇപ്പം ഞാൻ കുടിക്കുന്നില്ല, എന്തിനാ മീറ്റിംഗ് പോകുന്നതെന്ന്. അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞ്, ഈ നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത്, ഏത് പൊട്ടനെ കൊണ്ട് കുടി നിർത്താൻ പറ്റും. നിർത്തിയ കുടി തുടർന്ന് കൊണ്ടുപോകണമെങ്കിൽ എയുടെ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ അടുത്തത്, ഈ എയുടെ മീറ്റിങ്ങിൽ എന്താ നടക്കുന്നത് ഞാൻ നേരത്തെ ടെക്ന ചുരുക്കം നമ്മളുടെ ഓരോരുത്തരുടെയും അനുഭവവും ശക്തിയും പ്രതീക്ഷയും. അത് ഈ 12 വഴിമുറകളും 12 ഞാൻ എൻ്റെ കഥയും മറ്റേതെല്ലാം പറയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അത് സീനിയേഴ്സ് തന്നെ എന്നോട് മെല്ലെ പറഞ്ഞ്, അല്ലെങ്കിലേ മോശമായ ജീവിതം ജീവിച്ചിരിക്കുന്നു. അത് വീണ്ടും ഇവിടെ ഒന്നും കൂടി നീ കുറച്ചും കൂടി കൂട്ടിയിട്ട് അത് കുറച്ചും കൂടി ഭയങ്കര കഥ പോലെ പറഞ്ഞിട്ട് വീണ്ടും അസിംഗപ്പെടുത്താതെ എന്ന് പറഞ്ഞപ്പം ഞാൻ എൻ്റെ മീറ്റിംഗ് കുറച്ച് ലെവൽ കുറച്ചു. അവരെന്നോട് സംസാരിക്കരുത്, നീ ഇങ്ങനത്തെ ഒന്നും പാടില്ല, നീ വളരെ എന്താ അടുക്കുമൊഴിയിൽ സംസാരിക്കണം, വളരെ സാഹിത്യമായിരിക്കണം, മറ്റേ വാക്കുകളെല്ലാം ഇതിൽ നിന്ന് കണ്ടുപിടിച്ചിട്ട് വരണം, ഒന്നും പറഞ്ഞില്ല. ഞാനൊരു ലോക്കൽ സ്ലാങ് എവിടെ പോന്നോ അതിനനുസരിച്ച് ഞാൻ സംസാരിക്കും. എവിടെ പോയി എന്ത് കിട്ടിയാലും ഞാൻ എവിടെ പോയാലും എന്ത് കിട്ടിയാലും ഞാൻ അതിന് രീതിയിൽ സംസാരിക്കാം. അതായത് ഓപ്പൺ മീറ്റിംഗ്, ക്ലോസ് മീറ്റിംഗ്, ഇതിൻ്റെ എല്ലാം തിരിച്ചറിവ് ഇവിടെയുള്ള പഴമക്കാരെ തന്നെയാണ് എനിക്ക് പറഞ്ഞു തന്നതെന്ന് കൂടല്ല, അവരെല്ലാവരും ഈ ഏലുകൂടെ പ്രാക്ടീസ് ചെയ്യല്ല, അവർ ജീവിക്കുകയെ ചെയ്യും. അവരെ ജീവിത രീതി അട്രാക്ഷൻ അല്ലാതെ പ്രൊമോഷൻ എന്ന് പറയും. ഇവിടെ പറഞ്ഞു കേൾക്കുന്ന കൂട്ടരാണെങ്കിൽ ആരെങ്കിലും ഇത്ര കുടിക്കുവോ? അച്ഛൻ പറഞ്ഞ്, അമ്മ പറഞ്ഞ്, കൂടെയുള്ള മോള് ഒറ്റ ദിവസം കുടിക്കല്ലേ അച്ഛ, ഇന്ന് പാരന്റ് ടീച്ചർ മീറ്റിങ്ങിന്റെ ഇതിന് മാത്രം എൻ്റെ മൂത്ത മോള് പറഞ്ഞതാ, പാരന്റ് ടീച്ചർ മീറ്റിംഗ് ഉണ്ട് ഇന്ന് 12 മണി വരെ, അച്ഛൻ വന്നിട്ട് ഇത് വാങ്ങിട്ട് പോയിക്കോ. അമ്മനെ കൂട്ടിയിട്ട് പോയിക്ക, ചുമ്മാ. വേണമെങ്കിൽ ഞാൻ കുറെ കഴിഞ്ഞിട്ട്, അതായത് കുടിച്ചു കഴിഞ്ഞിട്ട് സമയമുണ്ട് ഞാൻ സ്കൂളിൽ വരുന്നു. കാരണം 12 മണി എന്ന് പറഞ്ഞാൽ 12 മണിക്കൊന്നും ഒഴിവാവില്ല. എനിക്കറിയാം, സ്കൂളിലുള്ള ടീച്ചേഴ്സ് എല്ലാവർക്കും എന്നെ അറിയുന്ന. എന്നോട് എൻ്റെ മൂത്ത മോള് 11ാം ക്ലാസ് പഠിക്കുമ്പോൾ കൈയെടുത്ത് കുമ്പിട്ട് പറഞ്ഞത്, അച്ഛ എൻ്റെ സ്കൂൾ സൈഡിൽ അച്ഛൻ വരരുത്. ഞാൻ ചോദിച്ചാൽ എന്താ, ഫീസ് കെട്ടാനല്ലേ ഞാനല്ലേ വരുന്നത്, അല്ല അച്ഛൻ വരണ്ട, എൻ്റെ ഫ്രണ്ട്സ് എന്നെ കളിയാക്കി ഇങ്ങനെ ചിരിക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്നെ പറ്റി ആയിരിക്കൂലടി, എന്നെ പറ്റി ആരാ കളിയാക്കി ചിരിച്ച പറയും, ഞാൻ ചോദിക്കാം. എത്രത്തോളം കുരുന്നു മനസ്സ് വിഷമിച്ചിട്ടുണ്ട. ഇന്ന് കുരുന്നു മനസ്സ് മറ്റേ അന്നേരെല്ലാം പോയി പണി നോക്കാൻ പറയും, എനിക്ക് പഠിക്കണ്ട. എൻ്റെ മക്കളെ പഠിപ്പെല്ലാം മതി എന്ന് പറഞ്ഞ ആളാ ഞാൻ. അപ്പോൾ ഇവിടെ വന്ന് ആദ്യത്തെ ഇങ്ങനത്തെ ഫങ്ഷനിങ് എന്താ നടക്കുന്ന, ഇവിടെയുള്ള ഈ അനുഭവങ്ങളും ശക്തിയും പ്രതീക്ഷയും പങ്കുവെക്കുന്നതിലൂടെ ഞങ്ങൾ സുഖപ്രാപ്തിയാകുന്നു. അപ്പം ഇപ്പൊ സമീപത്തിലൊരു സീനിയർ മെമ്പർ പറഞ്ഞത്, 25 വർഷം ടോക്കൺ വാങ്ങുമ്പം മദ്യപാനാസക്ത രോഗിയാണെന്നെല്ലാം പറഞ്ഞ് വാങ്ങിയപ്പോൾ അവിടുത്തെ ചർച്ചിലെ ഫാദർ ചോദിച്ചു, എല്ലാം നിങ്ങളെന്ത് 25 കൊല്ലത്തെ കുടിക്കാണ്ടിരിക്കുന്ന നിങ്ങളും മദ്യപാനാസക്ത രോഗി എന്ന് പറയുമ്പോൾ ഇതെന്താ ഇതെങ്ങനെ നിങ്ങളെ കൊണ്ട് പറ്റുന്നത് ഇത് പറഞ്ഞിട്ട്? ഫാദർ എന്താ നടക്കുന്നത് എനിക്കേ അറിയില്ല എന്നാ സീനിയർ മെമ്പർ പറഞ്ഞെന്നു. അപ്പൊ ഇവിടെ കിട്ടുന്ന സുബോധം ദൈവം ഡയറക്റ്റായിട്ട് നമുക്ക് കൊണ്ടുതരുന്ന ഇത് തന്നെ, അനുഗ്രഹം തന്നെയാണ്. അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. ഇതിൽ എൻ്റെ കഴിവോ അല്ലെങ്കിൽ ഇവിടെയുള്ള ആരുടെ കഴിവോ അല്ല, ആ ദൈവത്തിൻ്റെ ഇതും നമ്മളെ പ്രോഗ്രാം ഡിസൈൻ ചെയ്തിട്ട് അതും ദൈവമാണ് ഡിസൈൻ ചെയ്തത്. കോ ഇൻസിഡന്റ് എന്ന് പറയും, അല്ലെങ്കിൽ ഗോഡ്സ് ഇൻസിഡന്റ് എന്ന് പറയും. ബിൽ വിൽസൺ, ഒരു ബോബ്, ഇവരെല്ലാം ആദ്യമായിട്ട് ആ ബോബിനെ കാണാൻ പോയ
ആ ബില്ലിൻ്റെ അനുഭവം തന്നെ പറയുമ്പം 15 മിനിറ്റാണ് കൊടുത്തത്, 5.5 മണിക്കൂർ സംസാരിച്ചെന്നാണ് പറയുന്നത്. അത് തന്നെ ഒരു വലിയ കാര്യമായിരുന്നു. കാര്യം ഈ പറയുന്ന ആൾക്ക്, പറയാൻ പോയ ആള് ഒരു ഷെയർ ബ്രോക്കർ, ഒരു പട്ടാളക്കാരനായിരുന്നെങ്കിൽ ആ കേട്ടുകൊണ്ടിരുന്ന ആൾ ഒരു ഡോക്ടറാ, MBBS മെഡിക്കൽ ഡോക്ടറാ. അയാൾക്ക് ഇയാൾ കാര്യങ്ങൾ പറയുമ്പം 5.25 മണിക്കൂർ എന്നെല്ലാം പറഞ്ഞ കുറഞ്ഞ സമയമാണ്. നമുക്ക് വേണ്ടി അവർ 5.25 മണിക്കൂർ സംസാരിച്ചിട്ടുണ്ട്. അവരോട് എങ്ങനെ നന്ദി പറയണം. അപ്പോൾ അയാൾ പറഞ്ഞതല്ല അയാളെ കാര്യങ്ങളായിരുന്നു എന്ന് പറഞ്ഞു ആദ്യത്തെ മീറ്റിംഗ് തന്നെ. അതിനുശേഷം നമുക്ക് കിട്ടിയ ആ മറ്റേ ഡോക്ടർ, അദ്ദേഹം ജൂൺ 10 ആദ്യമായി പോയി കുടിക്കാതെ തിരിച്ചു വന്ന ദിവസം ആദ്യമായി ചെയ്ത കാര്യം, നമ്മളെ പടികൾ പിന്നെ വരുമ്പോൾ എല്ലാവരോടും, അദ്ദേഹം ദ്രോഹിച്ചിട്ടുള്ള പലരോടും മാപ്പോ ക്ഷമയോ അപേക്ഷിച്ചിട്ട് ആ പരിഹാരം ചെയ്തിട്ടാണ് വന്നതെന്ന് പറയും, അമെൻമെന്റ്സ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ദൈവം അവരെ കൊണ്ട് ചെയ്യിച്ചതാ. ഇങ്ങനെ ആയിരിക്കണം. അതിനു മുമ്പേ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് എന്നെല്ലാം പറഞ്ഞിട്ട് പല ചരിത്രം പറയാൻ വന്നല്ല, എങ്കിലും ഇതിന്റെ ഭാഗമായിട്ട് പറയാണ്. അപ്പം അതിൽ നിന്ന് വന്നതാണ് ഈ കഴിവ്. ഞാനെല്ലാം ഇത്ര കൊല്ലം കുടിക്കുന്നില്ല. ഞാൻ പലപ്പോഴും യൂസ് ചെയ്യുന്നത്, ഞാനെല്ലാം കുടിക്കുന്ന കാലത്ത് എൻ്റെ ഫ്രണ്ടിന്റെ വൈഫ് പറയും, ആ ഓടയിൽ കിടന്നതല്ലേ. അപ്പം ഈ മാറ് തട്ടാനോ അല്ലെങ്കിൽ ഇവിടെ ഞാൻ ഭാവിക്കാനോ എനിക്കൊന്നുമില്ല. എനിക്കുള്ളതെല്ലാം എൻ്റെ അനുഭവങ്ങൾ മാത്രമാണ്. എൻ്റെ പച്ചയായ അനുഭവങ്ങൾ തന്നെയാണ് ഞാൻ പങ്കുവെക്കുള്ളൂ. ബിഗ് ബുക്കും മറ്റുള്ളതെല്ലാം നേരത്തെ പറഞ്ഞ പോലെ കോട്ടത്തേങ്ങ കിട്ടിയ കഥയാണ് എൻ്റെ അടുത്ത്. ഇതെല്ലാം ഉണ്ട്. പക്ഷേ എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ളത് ശരിയായ ഒരു ഐഡിയ ഇല്ല. കാരണം ഐ എം ആൻ ആൽക്കഹോളിക്. ഇന്ന് ഞാൻ പൂർണ്ണമായി അംഗീകരിച്ച ഒറ്റ കാര്യം, ഐ എം ആൻ ആൽക്കഹോളിക്. ഞാനൊന്നും സൂപ്പർ പവറോ അല്ലെങ്കിൽ മറ്റേ ഒന്നല്ല. കുടിക്കുന്ന കാലത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ചീം പൂം പാന്നും പറഞ്ഞിട്ട് പല പരിപാടികളും ഒപ്പിച്ചളയാൻ, പല സൂപ്പർ പവർ. അപ്പോൾ ഇന്നാരോ നമ്മളെ ഫിസിക്കൽ മീറ്റിങ്ങിൽ ഒരു സീനിയർ മെമ്പർ പറഞ്ഞത്, ഈ 2ാം പടിയാണ് എനിക്ക് തീരെ അംഗീകരിക്കാൻ പറ്റാത്തത് ഏല് വന്നപ്പോൾ. ഈ ദൈവം എന്നെല്ലാം പറയുമ്പോൾ, അല്ലെ പ്രാർത്ഥന പറയുമ്പം, അടുത്ത എൻ്റെ ആൽക്കഹോളിക് ഞാൻ എങ്ങനെ വന്നതെന്നാ ഞാൻ പറയുന്നത്. അടുത്ത എൻ്റെ ചോദ്യം എൻ്റെ ഭാര്യനോട്, എൻ്റെ ഭാര്യയാണല്ലോ കൂട്ടിയിട്ട് വന്നത്, അവളാണല്ലോ എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. അവളാണ് കണ്ടുപിടിച്ച് എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്, എന്താ ചെയ്യേണ്ടതെന്നുള്ള രീതിയെല്ലാം അവളാ. കാരണം ഈ ഞാൻ കുടിക്കാതിരിക്കേണ്ടത് അവളത് ആവശ്യമായിപ്പോയി. കാരണം എനിക്ക് പറഞ്ഞ 2 കുട്ടികളെ ജീവിപ്പിക്കാനാണ്. അല്ലെ അവൾ ബ്യൂട്ടി പാർലറിൽ പോകാൻ, അവൾ ഫോറിനിൽ പോകാനൊന്നുമല്ല. അവൾ ആദ്യമായി ജീവിക്കണ്ടേ, മനുഷ്യന്മാർ ജീവിച്ച് ചോറൊന്ന് ജീവിക്കണ്ടേ. അതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ഇയാളെ ജീവിപ്പിച്ച അയാൾ എംപ്ലോയി ആണ്, പൈസ എന്തെങ്കിലും കിട്ടിയാൽ ജീവിക്കാന്നുള്ള രീതിയിൽ അവളെ ശരീരവും സ്വർണവും എല്ലാം കളഞ്ഞിട്ട് ത്യജിച്ചിട്ട് കൂടെ നിന്നുകൊണ്ട് രക്ഷപ്പെട്ടിട്ട് വന്ന്. അപ്പോൾ അവളെ അവളാണ് ട്രീറ്റ്മെന്റ് സെന്ററിൽ കൊണ്ടുപോയി, അവളാണ് കൊണ്ടുപോയിട്ട് വീണ്ടും ജോലിക്ക് പോകുന്നു, ജോലിയിൽ കയറ്റി. ജോലിയിൽ വേണ്ടെന്ന് പറഞ്ഞ ആളാ. എന്നെ കൊണ്ട് വയ്യ, അവിടെ പോയി കഴിഞ്ഞാൽ കടക്കാരെന്നെ പിടിക്കുന്നു, മറ്റേതാക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇന്നല്ല പെൻഷനെല്ലാം വാങ്ങുമ്പോൾ ഞാൻ പറയാം അവളോട്, ഇത് എൻ്റെ പെൻഷനാ, ഞാൻ വാങ്ങിയിരുന്ന പെൻഷൻ നല്ലോണം തിന്നിട്ട് നീ എന്നോട് കച്ചറക്ക് കൂടെ. എന്നോട് പറയും, ഞാൻ നിങ്ങളെ തിരിച്ച് വീണ്ടും ജോലിയിലേക്ക് അയച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാ പെൻഷൻ. തമിഴിൽ ഒരാൾ തമാശയായിട്ട് പറയും, ടെൻഷനായ പെൻഷൻ കിട്ടൂല. അപ്പോൾ ഇവിടെ വന്ന അടുത്ത ചോദ്യം ഭാര്യനോട്, ഇത് ക്രിസ്ത്യാനിയാക്കുന്ന പ്രോഗ്രാം മടി, ആ കൈകൂപ്പി അതെല്ലാം കണ്ടില്ലേ. എൻ്റെ ഭാര്യനോട് ഞാൻ പറഞ്ഞതാ, പുതുമക്കാരനാ. 2 ആഴ്ചയിൽ ഒരു ദിവസമാണ് മീറ്റിംഗ്. അടുത്ത ആഴ്ച മീറ്റിങ്ങിന് പോകുമ്പം പോവാതിരിക്കാൻ കണ്ട വഴിയാണ് ഇത് ക്രിസ്ത്യാനിയാക്കുന്ന. അവള് വിട്ടില്ല. അവള് നേരെ 1100 ഒരു ലാൻഡ് ഫോണും ഉണ്ടായിരുന്നു ഭാഗ്യത്തിന്. അല്ല, അവളെ അച്ഛനാ പൈസ കെട്ടിക്കൊണ്ടിരുന്നത്. അവള് നേരെ കേരളത്തിലാ. ഞാൻ വിചാരിച്ചു ഇത് വേറെ ആളോ സെറ്റപ്പ് ആക്കിന്നാ വിചാരിച്ചത്. കേരളത്തിൽ ആരോടോ സംസാരിച്ച ആൾ ഇന്നും ഉണ്ട്. അദ്ദേഹത്തിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുണ്ട്, ഇന്ന് അവനെ ക്രിസ്ത്യാനി ആക്കൂല, മുസ്ലിമും ആക്കൂല, ഒരു മനുഷ്യനാക്കി മാറ്റുന്നു. ഇത് പറഞ്ഞ ഉടനെ എൻ്റെ ആൽക്കഹോളിക് ഈഗോ വർക്കൗട്ടായി. അപ്പൊ ഞാൻ മനുഷ്യനെ അല്ലേ. അപ്പൊ അയാൾ പറഞ്ഞില്ല, പക്ഷെ ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ ആ മൈൻഡ് വോയിസ് കേട്ട്, മൃഗത്തിനോട് പോലും കമ്പയർ ചെയ്യാൻ പറ്റാത്ത ജീവിതം ജീവിച്ചിരുന്ന ഇന്നെല്ലാം ഇന്ന് മനുഷ്യനാക്കി മാറ്റിയെന്ന് ഈ പ്രോഗ്രാം ഇന്ന് പറയാൻ ഞാൻ തന്നെ റെഡിയാവുമ്പോൾ അതിലെന്തോ ഉണ്ട്. ആ എന്തോ ഉള്ളതാണ് ഈ പുതിയതായിട്ട് വരുന്ന വോട്ടർക്ക്
പറയാതെ പറഞ്ഞു കൊടുക്കേണ്ടത്. ഇവിടെ എന്തോ ഉണ്ട്, എനിക്ക് ഡിഫൈൻ ചെയ്യാനൊന്നും പറ്റില്ല, ആത്മീയതയെ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ഏതിൽ എന്ത് നടക്കുന്നു, എങ്ങനെ കുടിക്കാതിരിക്കുന്നു എന്നൊന്നും ഇവിടെ ഒരു കറക്റ്റായ ഒരു വേയോ ഇതൊന്നുമില്ല. മദ്യപാനം നിർത്തണമെന്ന ആഗ്രഹത്തോടെ തികച്ചും ഉള്ളിൽ സത്യസന്ധതയോടെ വരുന്ന ആൾ ഒരിക്കലും ഒരു ഒരു ബിഗ് ബുക്കിൽ ഒറ്റ ഒരു ഇത് മാത്രം സുഖം പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുകയും അതിന് കഴിയുകയും ചെയ്യുന്ന തരത്തിൽപ്പെട്ട ഒരു അമിത മദ്യപാന രോഗിക്ക് സാധാരണ അർത്ഥത്തിലുള്ള ഔദാര്യത്തിന്റെ ആവശ്യമോ ആവശ്യകതയോ വേണ്ടി വരില്ല. അപ്പൊ അയാൾ ശരിയായ സഫേർഡാണ്. അതുകൊണ്ടാണ് ഈ അടിതട്ടൽ എന്നെല്ലാം പറയും. കുറച്ച് കുടിച്ചിട്ട് ഒരു സ്റ്റൈലിന്, ഇല്ലെങ്കിൽ ഇവൻ പോയിട്ട് നന്നായല്ലോ എന്നാൽ നമ്മളും ഒന്ന് പോവാന്ന് ഒരു ക്വാർട്ടർ കുടിച്ച ആളെല്ലാം വന്നു കഴിഞ്ഞാൽ അവർക്ക് ചിരിയാ വരാം. ഒന്നുമില്ല, ഇവിടെ ഇപ്പൊ ഞാനുള്ള റെസിഡൻസില് ഞാൻ നിങ്ങളോട് പറയുന്ന പോലെ ഞാനൊരു മദ്യപാനാസക്ത രോഗി എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യ അധികവും പറയും, നിങ്ങൾ ഒച്ചത്തിൽ വർത്താനം പറയാതുകൊണ്ട് നിങ്ങൾ പോയി ഉള്ളിലുള്ള റൂമിലിരുന്നു. ഉള്ളിലുള്ള റൂമിലിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് റേഞ്ച് കിട്ടൂല. ഇപ്പൊ പക്ഷെ ഇവിടെയുള്ള അധിക കൂട്ടരും വിഷു ആയതുകൊണ്ട് ഇവരെല്ലാം ഇന്റീരിയറിൽ വീടുള്ളവരാ. ഇവർ ഈ പഠിപ്പിന്റെ കാര്യത്തിന് വേണ്ടി ഇവിടെ ടൗണിൽ ഒരു ഫ്ലാറ്റ് വാടകയ്ക്കോ അല്ലെങ്കിൽ സ്വന്തമായി എടുത്തു വെച്ചിട്ടോ ഉള്ളവരാണ്. ആരും ഇല്ല. അല്ലെങ്കിലും എനിക്ക് ഈ ഉളുപ്പൊന്നുമില്ല. എവിടെ വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ പറയും. ഞാൻ എൻ്റെ പബ്ലിക് നെയ്വേലിലുള്ള ഒരു പി ഐ മീറ്റിംഗ് മീൻസ് ഒരു ഹെൽത്ത് അവയർനെസ് ഒരു ക്ലാസ്, അവിടെ വന്ന് ഞങ്ങളുടെ ഓഫീസേഴ്സ് മുതൽ ഡോക്ടേഴ്സ്, ഞങ്ങൾ അവിടെ ഒരു സൈക്കാട്രിക് ഡോക്ടർ ഉണ്ടായിരുന്നു. മാഡം നല്ല മാഡമായിരുന്നു. അവർ ഞങ്ങൾക്ക് വേണ്ടി പല ഉപകാരങ്ങളും ഏടെ മദ്യപാനാസക്തരോ ഞങ്ങളെയെല്ലാം കുറേ പ്രാവശ്യം അവിടെ ട്രീറ്റ് ചെയ്തിരുന്നു. അവരെല്ലാവരും ഉള്ള ഒരു സദസ്സിൽ 1000 പേരെങ്കിലും എംപ്ലോയീസും ഉണ്ട്. ആ ഉള്ള സദസ്സിൽ നമ്മളെ ഏക്കാർക്ക് ഒരു ഹാഫ് ആൻ അവർ നമ്മളെ പ്രോഗ്രാമിനെ കുറിച്ച് അവരത് അറിഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞത്. ആൽക്കഹോളിക് അനോണിമസ് എന്നുള്ള ഒരിതുണ്ട്, അതിൻ്റെ ആൾക്കാർ നിങ്ങളോട് സംസാരിക്കുന്നു. എവിടെ പോയാലും ആദ്യത്തെ സംസാരം സുരേഷ് ആയിരിക്കും. സുരേഷ് സംസാരിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞാൽ ഭയങ്കര കരഘോഷം. എൻ്റെ അമ്മോ, ഞാൻ ഞെട്ടിപ്പോയി. എല്ലാം നമ്മളെ എംപ്ലോയീസാ. അതാ പറഞ്ഞ ഓരോ ഇടത്ത് അന്നേരം ആദ്യകാലങ്ങളിലാണ് ഓരോ ഇടത്ത് എങ്ങനെ സംസാരിക്കണം എന്നുള്ള രീതി പോലും എനിക്ക് പറഞ്ഞു തന്നത് ഈ ആൽക്കഹോളിക് അനോണിമസിലുള്ള പഴമക്കാരും ഈ പ്രോഗ്രാം. വ്യക്തികളെക്കാൾ തത്വങ്ങൾ, വ്യക്തികളെല്ലാം ആയിട്ടാണ് തത്വങ്ങളെല്ലാം പറഞ്ഞത്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഇതിൽ സഭയിൽ ഡോക്ടർ ആം എ ഡോക്ടർ, മറ്റേത് MRCCS, മറ്റേ MBA, മറ്റേ ME, മറ്റേ എല്ലാം പഠിച്ച ഇതെല്ലാം പറയുമ്പം ഞാൻ നേരെ സ്റ്റേജിൽ ഇവങ്ക എല്ലാം சொன்னது ഇവങ്ക പഠിച്ച പട്ടം, ഞാൻ കുടിച്ച പട്ടം, ആം എൻ ആൽക്കഹോളിക് എന്നാ തുടങ്ങിയത്. ആൾക്കാർ ഞെട്ടിത്തെരിച്ചു പോയിന്ന്. കാരണം പബ്ലിക്കിലാ കുടിയെന്നും പറഞ്ഞിട്ട് ഞാൻ എൻ്റെ പേരും പറഞ്ഞിട്ട് അവിടുത്തെ എംപ്ലോയിയാ. ആ അനോണിമിറ്റി കീപ്പ് ചെയ്യാനോ പിറ്റത്തെ ദിവസം ഈ വാക്കുകൾ എനിക്ക് തിരിച്ചു വരുന്നു. ഞാൻ എന്നിട്ട് എൻ്റെ ഷെയറിങ് അങ്ങോട്ട് അടിച്ചു വിട്ട് നമ്മളെ മീറ്റിങ്ങിലുള്ള പോലെ എൻ്റെ ഭാര്യൻ്റെ താലി അടക്കം വിറ്റതടക്കം എല്ലാം വിട്ട് എനിക്ക് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ കൺട്രോൾ ഉണ്ടാവില്ലല്ലോ. ഇതെല്ലാം പുതുമക്കാരോടുള്ള ചെയ്യുമ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ട കാര്യം തന്നെ ഞാൻ പറഞ്ഞു വരുന്നത്. ഞാനിങ്ങനെ അടിച്ചു വിട്ട് അന്ന് കഴിഞ്ഞ് പ്രോഗ്രാമെല്ലാം കഴിഞ്ഞ് ഭയങ്കര ഇതായിരുന്നു. മാഡം ഡോക്ടർ പറഞ്ഞു നന്നായി സംസാരിച്ചു സുരേഷ്. അത് കേട്ടാൽ മതി. എനിക്കതാ വേണ്ട. ഞാൻ ജീവിക്കുന്നതും മറ്റേ ഒന്നല്ല, ഞാൻ സംസാരിക്കുന്നത് നല്ലതെന്ന് പറഞ്ഞു. ഓക്കെ. ഈ അന്നത്തെ 1000 പേരിൽ ഒരു 10-20 പേരെങ്കിലും നല്ല ആൽക്കഹോളിക് ഉണ്ടാവും. ഈ പറഞ്ഞ പാടുന്ന പിറ്റത്തെ ദിവസം ഡോക്ടറെ അടുത്ത് വന്നിട്ട് മാഡം എനിക്ക് ട്രീറ്റ്മെന്റ് വേണമെന്നാണ് പറഞ്ഞത്. ഇല്ല, അവർ കുടിക്കാൻ പോയി. ഞാൻ രാവിലെ തന്നെ ഷിഫ്റ്റ് ബസ്സിൽ പോകുന്നു. കണ്ടക്ടർ എല്ലാം ഞങ്ങളെ എംപ്ലോയീസ് തന്നെയാണ്. കണ്ടക്ടർ ആയിട്ടിരിക്കുന്നവൻ എൻ്റെ ക്ലോസാ. ഉച്ചത്തിൽ വിളിച്ച് പറയാ, പൊണ്ടാട്ടി താലി വിത്തവനെല്ലാം നമ്മ കൂടെ വരാ. അതാ പറഞ്ഞ ആ അനോണിമിറ്റി എന്നുള്ള കാര്യം പുതുമക്കാരോട് ഏറ്റവും കൂടുതൽ നമ്മൾ പറയേണ്ട, അവർക്ക് വാഗ്ദാനം ചെയ്യേണ്ട കാര്യങ്ങൾ. ഒന്ന്, നിങ്ങളെ പൈസയോ പണോ ഇവിടെ വേണ്ട, ഇത് ഫ്രീ ആണ്. അതിന് 7th ട്രഡിഷൻ. അടുത്തത് 12ാം പാരമ്പര്യം. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ എന്ത് തന്നാലും ഇവിടുന്ന് പുറത്തു പോകില്ല. അതുകൊണ്ട് തന്നെ ഈ മീറ്റിങ്ങിൽ നമ്മൾ ഓൺലൈനിൽ തന്നെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിന്റെ ക്യാപ്ഷനായിട്ട് ഇടും, വാട്ട് യു ഹിയർ ആൻഡ് സീ ഹിയർ ഡ്രോപ്പ് ഇറ്റ് ഹിയർ എന്ന് പറഞ്ഞ പോലെ. അതായത് നിങ്ങൾ എന്ത് കാണുന്നോ കേൾക്കുന്നോ അത് ഇവിടെ തന്നെ വിട്ടിട്ട് പോകണം. അത് വളരെയധികം. കാരണം ഈ
പുതുമക്കാർ അല്ലെങ്കിൽ കുറച്ച് കാലം വരുമ്പോൾ തന്നെ അധികം അന്തരംഗം ഷെയർ ചെയ്യാതിരിക്കാൻ കാരണം തന്നെ ഇവിടെ പറയുന്ന കാര്യങ്ങൾ ചായക്കടയിലോ അല്ലെങ്കിൽ വേറെ എവിടെയോ രണ്ടുപേര് ഡിസ്കസ് ചെയ്യുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പുതുമക്കാരൻ അയാളെ കാര്യങ്ങൾ ഇവിടെ പറയാൻ വളരെയധികം മടി വരും. ഓ ഇവരിത് നമ്മൾ മറ്റേയാളത് കാര്യം ഇയാൾ പറയുന്നുണ്ടല്ലോ, അപ്പൊ എൻ്റെ കാര്യം ഇവരിത് പറയും. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അല്ല അവരോട്. രണ്ടാമത്തെ കാര്യം, ഈ ഏല് വരുമ്പം ഉള്ള ഡൗട്ട് ഇതെല്ലാം ഈ വന്നുകൊണ്ടിരിക്കുമ്പോൾ ക്ലിയർ ആവും. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇത് ഉന്തിക്കയറ്റി കയറുന്ന പ്രോഗ്രാം ഒന്നും അല്ല ഇത്. ഇത് സ്വന്തമായിട്ടുള്ള ആഗ്രഹം, ഇതില്ലായിട്ട് വില്ലിങ്നെസ്, ഓണസ്റ്റി, ഓപ്പൺ മൈൻഡ്, ഇത് ഇല്ലായിട്ട് ഇങ്ങോട്ടേക്ക് കയറുകയില്ല. ഇത് തുടർന്ന് കൊണ്ടുപോകണ ദൈവത്തിന്റെ അനുഗ്രഹവും വേണം. അപ്പോൾ തിരിച്ച് അവരെ പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളാൽ എന്തെല്ലാം ചെയ്യാൻ പറ്റും അതെല്ലാം നമ്മൾ ചെയ്യണം എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, ഒരാൾ വന്ന് അയാൾക്ക് ബസ്സിന് കുറച്ച് ദൂരം പോയി ബസ് സ്റ്റോപ്പ് ഉണ്ട്, അവിടെ ഡ്രോപ്പ് ചെയ്യണമെങ്കിൽ തീർച്ചയായും അയാളെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യണം. അന്നേരം ഭാര്യയ്ക്ക് ഞാനും പുറത്ത് പോകണം, മറ്റേത് പ്രയോറിറ്റി ഇതിന് കൊടുത്തിട്ട് അത് ചെയ്തു കഴിഞ്ഞാൽ അവരൊരു നന്ദി. കാരണം അവസാന ഘട്ടത്തിൽ വണ്ടി പോലും പോയിട്ടായിരിക്കും അധികം കൂട്ടരും എയിലേക്ക് വരുന്നത്. ഞാനെല്ലാം അങ്ങനെയായിരുന്നു, എൻ്റെ അടുത്ത് വണ്ടിയേ ഉണ്ടായിട്ടില്ല. എന്നെ വണ്ടിയിൽ നിർത്തി ആൾക്കാർ പല മീറ്റിങ്ങും, പിന്നെ അവിടെ അടുത്തായതുകൊണ്ട് വലിയ ഇതുണ്ടായിട്ടില്ല, പല വണ്ടികളും അറേഞ്ച് ചെയ്തിട്ട് എന്നെ കൊണ്ടുപോയി വിട്ടിട്ടും എൻ്റെ ഫ്രണ്ട്സ് തന്നെ കൊണ്ടുപോയി ഇത് ചെയ്തിരുന്നു. ആ കാര്യങ്ങൾ ഞാനിപ്പോൾ വരുന്ന ആൾക്കാർക്ക് ചെയ്ത് തന്നെ പറ്റണം. അതേപോലെ തന്നെ പറയും, ഈ 10 രൂപ ഇന്നും, അന്ന് ഞാൻ കുടിക്കുന്ന സാധനത്തിന് 52 റുപ്യ ഫുള്ളിന്, ഇന്ന് അത് 500 റുപ്യ. വാല്യൂ എവിടെയോ പോയി. പക്ഷെ അന്നും 5 റുപ്യായിരുന്നു, ഇന്ന് 10 റുപ്യ ആക്കി, അല്ലെങ്കിൽ 20 റുപ്യ ആക്കി എന്ന് പറയാം. അതിലൊരു മാറ്റവും ഇല്ല. എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചായയും പടയും കുടിക്കാനല്ല. 10 റുപ്യ ഇട്ട് 20 റുപ്യക്ക് ചായയും പടയും കുടിക്കുന്ന ആളാണ് ഞാൻ. അതിനല്ല. ഈ പുതിയതായിട്ട് വരുന്നവർക്ക് ഈ ഏഴ് സന്ദേശം എത്തിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ കുടിക്കാതെ നല്ല സന്ദേശം. ഏഴ് ചെയ്യുന്ന ആ കാര്യങ്ങൾ, 12ാം പടി പ്രവർത്തനം, അതായത് ഈ സന്ദേശം. അതിന് 3 സിമ്പിളായിട്ടുള്ള വിഷയം: ട്രസ്റ്റ് ഗോഡ്, ക്ലീൻ ഹൗസ്, പാസ് ദ മെസ്സേജ്, ക്യാരി ദ മെസ്സേജ്. ഈ കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രാപ്തനാക്കാൻ അതിനും ബിഗ് ബുക്കിൽ നല്ലൊരു ഇതിട്ടിട്ടുണ്ട്. ആരുടെയും പ്രത്യേകമായ സഹായമില്ലാതെ തന്നെ ഒരാൾക്ക് സുഖപ്രാപ്തനാവുമെന്ന ആശയം ഓരോരുത്തരുടെയും ബോധമനസ്സിൽ ആളിക്കത്തിക്കുക. ആകെ കൂടി അതിനു വേണ്ട ഒരു ഉപാധി ദൈവത്തിങ്കലുള്ള വിശ്വാസം, മനസ്സ് ശുദ്ധീകരിക്കാനുള്ള സന്നദ്ധയാണ്. അത് തന്നെയാണ് ക്ലീൻ ഹൗസ്. അതായത് എൻ്റെ തെറ്റുകൾ ഞാൻ തന്നെ കണ്ടിട്ട്, അതിനാണ് ആ പടികൾ എന്നുള്ളത്. ആദ്യത്തെ ദിവസം കയറി വന്നപ്പോൾ തന്നെ നീ പടികൾ ചെയ്യണം, മറ്റേത് ചെയ്യണം എന്ന് പറഞ്ഞാലൊന്നും ആരും ഇങ്ങോട്ടേക്ക് വരികയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനൊന്ന് മദ്യപാനം നിർത്തണം എന്നുള്ള ആഗ്രഹം പോലും ഇല്ലായിട്ട് ഉള്ളിലേക്ക് വന്ന ആളാണ്. ആ ഒരു കൊല്ലത്തോളം ഹണിമൂൺ പീരീഡ് എന്ന് പറയും, അത് ക്ലിയർ ആയിട്ട് വെറുതെ എല്ലാ മീറ്റിങ്ങുകളിലും അതിൻ്റെ കൂടെ എക്സ്ട്രാ ബോണസ് എന്ന് പറഞ്ഞ പോലെ, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നെയ്വേലിയിൽ ഞാനുണ്ടാകുന്ന ഏരിയയിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ആ പഴമക്കാരൻ, കേരളത്തിലുള്ള എൻ്റെ സീനിയർ മെമ്പർ നെയ്വേലിയിൽ വന്നിരുന്നു എന്തോ ഒരു കാര്യത്തിന്, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ കാര്യത്തിന്. അപ്പൊ എന്നോട് ചോദിച്ച്, എത്ര മീറ്റിംഗാ സുരേഷ്? ഞാൻ പറഞ്ഞു, ആഴ്ചയിൽ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ഫിസിക്കൽ മീറ്റിംഗ്. അതേ ഉള്ളൂ, മറ്റേ ഓൺലൈൻ മീറ്റിംഗുകൾ ഇപ്പൊ തുടങ്ങിയ. ഒരു മീറ്റിംഗോ? ഓ അയാൾ എന്നോട് കളിയാക്കി ചോദിച്ചു, ഇതേ ചോദ്യം, ഇതേ ടോപ്പിക് അറ്റൻഡ്. ഒരു പുതുമക്കാരൻ എവിടെന്നെങ്കിലും ട്രീറ്റ്മെന്റോ എന്തെങ്കിലും കഴിഞ്ഞിട്ട് നിങ്ങളെ ഗ്രൂപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ, വ്യാഴാഴ്ച ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ബാക്കി 6 ദിവസം അവൻ എവിടെയാ പോവാ? 6 ദിവസം അവൻ്റെ വീട്ടിൽ പോകണം, വേറെ എവിടെ പോകാൻ വേണ്ടിയിട്ട്? ആ സമയം കുടിച്ചു കഴിഞ്ഞാൽ അതിനാരാ റെസ്പോൺസിബിൾ? അവൻ തന്നെ റെസ്പോൺസിബിൾ, നമ്മളല്ലേ കുടിക്കാനിട്ട്. ഞാൻ കുടിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു അച്ചീവ്മെന്റ്, എന്താ ഉലകത്തിൽ 8ാമത്തെ അതിശയം എന്നുള്ള പറഞ്ഞ പോലെ ഞാൻ നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, സുരേഷ് അത് തെറ്റാണ്, നീ പോകുന്നില്ല, നീ ഇന്ന് രക്ഷപ്പെട്ടോ ഇല്ലയോ, അതല്ല. ഏകദേശം ഒരു 2-3 കിലോമീറ്ററിന്റെ അകലത്തിൽ സാധ്യത ഉണ്ടെങ്കിൽ നിങ്ങൾ മീറ്റിംഗ് തുറക്കാനുള്ള. ഇപ്പൊ ഞാൻ വിചാരിച്ചു എൻ്റെ ആ ഒരു ഗ്രൂപ്പ്, ഹോം ഗ്രൂപ്പ്, പുനർജന്മം ഗ്രൂപ്പ്, ഇന്നും എൻ്റെത് പുനർജന്മം ഗ്രൂപ്പ് തന്നെയാണ്, തൂത്തുക്കുടി. പക്ഷെ ആ ഗ്രൂപ്പിന്റെ അത് ഭയങ്കര, അവിടെ ചായ വാങ്ങൽ എന്താ, LNN മീറ്റിംഗ് വേറെ പുറത്ത്, പെണ്ണുങ്ങൾ വേറെ കുറെ വരും. സുരേഷിന്റെ പ്രകടനമായിരുന്നു. എന്നോട് എൻ്റെ ഭാര്യ പറയും,
ഒരു കൊല്ലം നിങ്ങളിങ്ങനെ ചിറക് വെച്ച് പറക്കരുത്. ചിറക് വെച്ച് പറക്കൽ എന്ത് നല്ല കാര്യത്തിനൊന്നല്ല. ചിറക് വെച്ച് പറക്കൽ എന്ന് പറഞ്ഞാൽ പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ മോശമായി. ഇപ്പൊ ഇന്ന് രാത്രി ഇതൊന്നും പറയണ്ട. അപ്പം ഈ ഫങ്ഷനിങ് ഓഫ് എയിൽ ഞാൻ എൻ്റെ ഇടപാടുണ്ട്. അതായത് പറയും, ദൈവത്തിന്റെ പ്രോഗ്രാമാണ് ഓരോ ഗ്രൂപ്പും തുടങ്ങുന്നത്. അത് ഒരു വലിയ ആരാധനാലയം തുടങ്ങുന്ന പോലെ ഒരു വലിയ വലിയ കുറേ കുടുംബങ്ങളും ഒരു സമൂഹം തന്നെ രക്ഷപ്പെടാൻ സാധ്യതയുള്ള. അതുകൊണ്ട് തന്നെ ആ ഗ്രൂപ്പുകൾ തുടങ്ങാൻ വേണ്ടി 7 ദിവസം 8 ഗ്രൂപ്പ്, നേരത്തെ പറഞ്ഞില്ല ഫോറിനർ എല്ലാം വന്നിട്ട് 8 ഗ്രൂപ്പ് 8 മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ. ചിദംബരം, ചേത്തിയാത്തോപ്പ്, കുറിഞ്ചിപ്പാടി, മന്ദാരക്കുപ്പം, നെയ്വേലി തന്നെ ഉള്ളിൽ തന്നെ 3-4 ചർച്ച് ഓരോ ബ്ലോക്കായിട്ട് അങ്ങനെ 8 മീറ്റിംഗ് എല്ലായിടത്തും, ഇന്ദിരാനഗർ എന്നെല്ലാം പറഞ്ഞിട്ട്. ഇതിനെല്ലാം ഞാൻ ഭാഗവാക്കാനായി. അതിന് ദൈവം എനിക്കൊരു ഭാഗ്യം തന്നു. അത് വളരെ ഈസി റിക്കവറിക്ക്. ഇത് നിങ്ങളോട് പറയുന്നതുകൊണ്ട് നിങ്ങളും ഇങ്ങനെ ചെയ്യുക. ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഓരോ 46 ആളായിട്ടുണ്ട്. ഈ 46 ആൾ വേറെ വേറെ ഓരോ ഗ്രൂപ്പ് തുടങ്ങാനാണോ? അങ്ങനെയല്ല പറഞ്ഞത്. ഈച്ച് വണ്ണും തന്നെയാണ് നമ്മളെ മെസ്സേജ് വന്നത്. ഒന്നിൽ കൂടുതലോ ആൾക്കാരുള്ള മദ്യപാനാസക്ത രോഗത്തിലാല് കഷ്ടപ്പെടുന്ന കൂട്ടുള്ളവർ ഗ്രൂപ്പുകൾ തുടങ്ങാന്നാ പറഞ്ഞത്. അതിനൊരു പ്രത്യേക ഒരു അത് മറ്റോ ശരിയില്ല, ഇവൻ ഈ ജാതിയാ, മറ്റേതാണ്, ഇവൻ ഇത്ര പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ എയുടെ ബിഗ് ബുക്ക് ഇല്ല, അല്ലെങ്കിൽ GSO പോയിട്ടില്ല, അവനോട് ഫോൺ ചെയ്യില്ല, ഇങ്ങനത്തെ ഒരു കണ്ടീഷനും ഇല്ല. ഒരു നല്ല കോമൺ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഏടെ ട്രഡീഷനും ബുക്കും അതും എല്ലാം വെച്ചിട്ട് നമ്മളുടെ പാരമ്പര്യം അല്ല പ്രയാമ്പിൾ, അതിൻ്റെ ഇത് ജാതിയില്ല, മതമില്ല, ഒന്നിനും രാഷ്ട്രീയം കക്ഷിയില്ല, ഒന്നിനോട് ചേരാതെ വളരെ ഇതായിട്ട്. അതുകൊണ്ട് തന്നെ പറയാം, നമ്മളെ പ്രാർത്ഥനയും പാരമ്പര്യവും മാത്രം മതി ഒരു മദ്യപാനാസക്ത രോഗിക്ക് അട്രാക്റ്റ് ആയിട്ട്. അതൊരു സീനിയർ മെമ്പർ പറയും. അദ്ദേഹം ഒരു 30 കൊല്ലത്തോളം കോഴിക്കോടുള്ള അദ്ദേഹത്തിന്റെ അച്ഛൻ, ഇദ്ദേഹം ഏല് പോകുന്നത് കളിയാക്കി ചിരിച്ച, നീ എന്താടാ ഓട്ടനെ പോലെ ഇപ്പൊ അച്ഛനും ഏട്ടന്മാരും എല്ലാം കുടിക്കുന്നത്, നിങ്ങൾക്ക് ഏകദേശം ഐഡിയ തന്നെ കിട്ടും ആരാ പറയുന്നത്. അനോണിമിറ്റി ബ്രേക്ക് ഒന്നല്ല അത്, അതൊരു കാര്യത്തിന് വേണ്ടി പറയാ. അപ്പം അദ്ദേഹത്തിന്റെ അച്ഛനെ കളിയാക്കുന്നത് ആ മറ്റേ സീനിയർ മെമ്പറിന്റെ ഒരു 5-ാമത്തെ 6-ാമത്തെ ടോക്കണ് അദ്ദേഹത്തിന്റെ അച്ഛന് 100 രൂപ കുടിക്കാൻ തരാന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടാന്ന് അദ്ദേഹം ഈ പ്രാർത്ഥനയും നമ്മളുടെ പ്രയാമ്പെള്ളം വായിക്കുന്നത് കേട്ടിട്ട്, ഇനി മുതൽ ഞാൻ കുടിക്കുന്നില്ല, ആ 100 രൂപ തിരിച്ചു കൊടുത്തിട്ട് അദ്ദേഹത്തിന്റെ മരണം വരെ, മരണക്കിടക്കേന്ന് ഒരു പെഗ് വേണമെന്നല്ല ചോദിച്ചു, ഒരു കട്ടൻ ചായ വേണമെന്ന് ചോദിച്ചിട്ട് ഇപ്പൊ ഏകദേശം ആളെ മനസ്സിലായിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം ഇതിന്റെ ഗ്രേസ്നെസ് എല്ലാം ആ ദൈവത്തിനും ആ കൂട്ടായ്മയുടെ പഴമക്കാർക്കും പോയി ചേരുന്നതാണ്. ഈ കാര്യം നമ്മൾ വളരെ വ്യക്തമായിട്ട്, അതായത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പം ഏലുള്ള പൊതുമക്കാര് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അനോണിമിറ്റി ബ്രേക്കും പ്ലസ് ഗ്രൂപ്പുകളുടെ അടിപിടി. ഇന്റെ ഗ്രൂപ്പ്, മറ്റേ ഗ്രൂപ്പ്, ഈ ഇന്റെ ഗ്രൂപ്പും അടിപിടിയും ഇതെല്ലാം ഉണ്ടാകണമെന്നാ പറയുന്നത് പഴമക്കാര്. എങ്കിലേ വളരുമെന്ന്. എന്താ പറയാ, നമ്മൾ ഐക്യത്തോടെ ഉണ്ടാകണം. വി സ്റ്റാൻഡ് ഇൻ യൂണിറ്റി ആൻഡ് വി ഗ്രോ ഇൻ, ഇത് പിരിഞ്ഞു വളരും എന്നാ പറയാ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഈ യൂണിറ്റി എല്ലാം വേണം. പക്ഷെ പിരിഞ്ഞ് വേറെ വേറെ സ്ഥലത്ത്, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഇത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പ്രാഥമിക ഉദ്ദേശം വേറൊരു മദ്യപാനാസക്ത രോഗിക്ക്, ഇന്ന് വളരുന്ന ഒരു രോഗമായിട്ട് ഇതിനെക്കാട്ടി വലിയ വലിയതെല്ലാം വന്ന്, അപ്പൊ ഈ സംഗതിക്കെങ്കിൽ നമ്മൾ ഒരു ഉപകാരമാകുമെങ്കിൽ, ഇത് കിട്ടുന്ന കൂട്ടർക്ക്, ഇത് കൊടുക്കുന്ന കൂട്ടർക്കുള്ള ആ ഒരു ഇത് ഗ്രാറ്റിറ്റ്യൂഡ്. ഇപ്പൊ ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ട് 1 കൊല്ലം ടോക്കൺ വാങ്ങിയ ഒരു തൂത്തുക്കുടി എന്നുള്ള ഒരു സുഹൃത്ത്, ഞാനിത് വലിയ ക്രെഡിറ്റ് ആയിട്ട് തന്നെ പറയാണ് നിങ്ങളുടെ മുമ്പിൽ. എന്നെ ഈ 19-ാം തീയതി കഴിഞ്ഞ മാസം 19-ാം തീയതി ആയിട്ട് അദ്ദേഹം ടോക്കൺ വാങ്ങി അണ്ണാ നിങ്ങൾ വരണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, വരാൻ പറ്റൂല. അപ്പം വരാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആരാന്ന് തന്നെ മനസ്സിലാകുന്നില്ല. അപ്പൊ ഞാൻ വേറൊരു മറ്റേ അയാൾ അവിടെ വന്നിട്ട്, ഇപ്പൊ 5 വർഷം മുമ്പേ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു. ഒരു 12-ാം പടിയുടെ ഒരു ലെവലിൽ പോയി സംസാരിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ഇപ്പാണ് അതിന്റെ വർക്കൗട്ടായിട്ട് ഇത് ഏത് സമയത്ത് ആർക്ക് കിട്ടുന്നുള്ള ഒരു മനുഷ്യനെ കൊണ്ടും പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ 25 കൊല്ലം സീനിയർ ആയിട്ടുള്ള ആളുടെ അനിയൻ 1 വർഷം ടോക്കൺ ഇപ്പാ വാങ്ങി, ഒറ്റ വർഷം വന്ന് ടോക്കൺ വാങ്ങി. അപ്പം ഇത് ആരെ കൊണ്ട് ആർക്കൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന സൂത്രമൊന്നുമല്ല ഇത് ഞാൻ എനിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ആ ദൈവത്തിന്റെ അനുഗ്രഹത്തോടെ കിട്ടുന്ന ഒരു വരദാനായത്. ഇത്
കിട്ടിയ കൂട്ടർക്ക് വീണ്ടും തുടർന്ന് വരാനുള്ള മോട്ടിവേഷൻ, അല്ലെങ്കിൽ എന്തെങ്കിലും അവരെ കൊണ്ടുവരാനോ, അല്ലെങ്കിൽ അവരെ ഒരു ചായ വാങ്ങിക്കൊടുത്തിട്ട് ഹോപ്പ് ഫോർ ഹോപ്പ്ലെസ് എന്ന് പറയും. ഞാനിവിടെ കയറി വരുമ്പോൾ എൻ്റെ പ്രശ്നം 2 മക്കളും എന്താ പറയുക, നിർഗതിയായ എൻ്റെ ഭാര്യയും എൻ്റെ 10 ലക്ഷം ഉറുപ്പ്യ കടവായിരുന്നു. ഇതെല്ലാം തീർത്ത് തരുന്നു വിചാരിച്ചിട്ടാണ് ഞാൻ ഏല് വന്ന്. ഇവരാണ് എനിക്ക് പൈസയും തരുന്നില്ല, ഗോ ടു മീറ്റിംഗ് എന്നാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ആദ്യമായിട്ട് പറയേണ്ടത് പൊതുമക്കാരോട് മീറ്റിംഗ് തന്നെയാണ്. മീറ്റിംഗ്. അതുകൊണ്ട് തന്നെയാണ് വേറെ ഒന്നും പറയാതെ പഴമക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട്, 90 മീറ്റിംഗ് വാ. ഞാനൊന്നും 90 മീറ്റിംഗ് ഒന്നും അങ്ങനെ കണക്ക്, ഞാൻ 1-ാമത്തെ ദിവസം തന്നെ 12-ാം പടിക്ക് പോകാൻ തയ്യാറായ ആളാ. എൻ്റെ എല്ലാം കേസ് എടുക്കാനേ പറ്റൂല, അങ്ങനത്തെ കേസാ. അപ്പോൾ ഇവിടെ വരുന്ന കൂട്ടരോട് വീണ്ടും ഈ ഒരു മീറ്റിംഗ് വന്നാൽ ശരിയാവും, അല്ലെങ്കിൽ 1 മാസം വന്നാൽ ശരിയാവും. കാരണം അധിക കൂട്ടർ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടായിരിക്കും വരിക. ഇപ്പം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വരുന്ന ഒരു സുഹൃത്തിന് ഒരു 21 ദിവസം അല്ലെങ്കിൽ അതിൽ കൂടുതൽ ദിവസങ്ങൾ അവരവിടെ പിടിച്ച്, ഇപ്പോൾ ഒരാൾ ഒരു സ്ത്രീ തൂത്തുക്കുടിയിൽ തന്നെ അയാളെ മോനെ അമ്മയാണ് കൂട്ടിയിട്ട് പോകുന്നത്. 1 വർഷം ഒരു ട്രീറ്റ്മെൻറ്റ് സെൻ്ററിൽ വെച്ചിട്ട് 1 ലക്ഷം രൂപ വാങ്ങിയിരിക്കുന്നു. ഇത് ഞാൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററിനെ മൊത്തം പൊളിച്ചെടുക്കാനൊന്നും, അല്ലെങ്കിൽ ഇതൊരു സംഭവമായിട്ട് പറയാം. ആ സ്ത്രീ കരഞ്ഞുകൊണ്ട് വിട് എന്ന് പറഞ്ഞ്, ഇല്ല അവൻ ശരിയായിട്ടില്ല എന്ന് പറഞ്ഞ് 1 വർഷം വെച്ചിട്ട് ആ സ്ത്രീ പോലീസിൽ പോയി കേസ് കൊടുത്തു. എങ്ങനെയാ കേസ് കൊടുത്തതെന്നറിയോ? അതാ എൻ്റെ ഏറ്റവും കേസ്. പേര് എയുടെ പേരാണ്, ആ ട്രീറ്റ്മെന്റ് സെന്റർ എന്നല്ല. ഇടത്തേക്ക് കൂട്ടുപോണ 1 ലക്ഷം രൂപ വാങ്ങി. അപ്പൊ അതാ പറഞ്ഞത്, ഈ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകൾ ഉണ്ടാകാതിരിക്കും. കാരണം പലരും പറയും, എന്താ പറയുക, ഒരു ഒരു പൊസിഷനിലുള്ള ഒരാൾ തന്നെ അയാളെ മോനെ ട്രീറ്റ്മെന്റ് സെന്ററിലേക്ക് അയക്കുന്നത്. കാരണം ഈസി, അല്ലെങ്കിൽ എന്താ പറയുക, ആ വിഡ്രോവൽ സിംറ്റം എല്ലാം, ആ രോഗത്തിന് വേറെ വഴിയില്ല. നമ്മളെ മീറ്റിംഗ് സെന്ററിലേക്ക് ഒരു കുടിച്ച ആളെ കയറ്റിയിരുത്തുക എന്നുള്ള പറഞ്ഞാൽ വലിയ പണിയാണ്. പക്ഷെ കയറ്റിയിരുത്താൻ എൻ്റെ കൂടെ തൂത്തുക്കുടിയിൽ ഒരു എക്സ്പീരിയൻസ്, എൻ്റെ ഒരു അനുഭവം പറയാൻ വേണ്ടി പറയാം. എൻ്റെ കൂടെ ഒരു തൂത്തുക്കുടിയിൽ തന്നെ ഫിഷറീസ് ഏരിയയാണ് ത്രേസ്പുരം എന്ന് പറഞ്ഞത്. തമിഴ്നാട് തന്നെ തൂത്തുക്കുടി എന്ന് പറഞ്ഞാൽ ഈ വെട്ടുകുത്ത് ഏരിയയാണ്. എന്നോട് ആൾക്കാർ ചോദിക്കും, എങ്ങനെയാ നീ തൂത്തുക്കുടിയിൽ നിൽക്കുന്നത്? തൂത്തുക്കുടിയിലുള്ള ആൾക്കാർ ചോദിക്കും, എങ്ങനെയാ നീ ആ ത്രേസ്പുരം പോന്ന? ഞാൻ നോക്കിയിട്ട് ത്രേസ്പുരം നോക്കിയിട്ട് ആ ഏരിയയിലുള്ള കൂട്ടറാണ് ഏറ്റവും സ്നേഹത്തോടെ എന്നോട് പെരുമാറിയിട്ട് എനിക്ക് സോബർട്ടി നീട്ടി കിട്ടാൻ വേണ്ടി അവരാണ് എന്നെ സഹായിച്ചത്. അപ്പൊ ആ ഏരിയയിലുള്ള ഒരാള്, അയാള് ലുങ്കി ട്രൗസറിന്റെ മേലെ മാടി കെട്ടിയിട്ട് ഷോർട്സിന്റെ പോക്കറ്റിൽ ഒരു ക്വാർട്ടർ ബോട്ടിൽ കുടിച്ചിട്ട് പകുതി വെച്ചിരിക്കുന്നു. ആദ്യത്തെ 12-ാം പടിക്ക് അയാളെ കൂട്ടി സംസാരിച്ചിട്ട് മീറ്റിങ്ങിന് കൂട്ടിക്കൊണ്ടുപോവാണ്. എൻ്റെ വണ്ടിയിലാണ് കയറിയിരിക്കുമ്പോൾ സന്തോഷത്തോടെ ആ മദ്യപാനാസക്ത മദ്യപാനിയുടെ ആ കലകലപ്പ് എന്നെ കാണുന്നുണ്ട്. എന്താന്ന് പറഞ്ഞാൽ എന്നോട് അദ്ദേഹം പറയാണ്, ചേട്ടാ ഞാൻ അവിടെ വന്നിട്ട് മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഇത് കുടിച്ചിട്ടേ വരൂ. ഓക്കെ, നിങ്ങൾ കുടിച്ചോ, എന്താ അവിടെ നടക്കുന്നതെന്ന് ജസ്റ്റ് കണ്ടിട്ട് പോവാന്ന് പറഞ്ഞ് കൂട്ടിയിട്ട് പോയി മീറ്റിങ്ങിന് കയറി. വളരെ സൈലന്റ് ആയിട്ടിരുന്ന് ആരോ പറയും, നമ്മൾ ഈ കാര്യങ്ങൾ പറയുമ്പോ കരയേണ്ടത് ഞാനാ, എൻ്റെ കണ്ണീര് കൊണ്ട് എൻ്റെ പാപങ്ങളെ കഴുകുന്ന പ്രോഗ്രാമാന്ന് പറയും. ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ മക്കൾക്കും നടന്ന കാര്യങ്ങൾ പറയുമ്പം ഈ പറഞ്ഞ വ്യക്തി കരഞ്ഞു കലങ്ങിയിട്ട് പുറത്തേക്ക് വരുമ്പം ഡസ്റ്റ് ബിന്നിന്റെ മുമ്പിന്ന് എൻ്റെ വണ്ടിയിൽ തന്നെ കയറി തിരിച്ചു പോകേണ്ട വീട്ടിലേക്ക്, ആ ബാക്കിയുള്ള സാധനം പുറത്തേക്ക് ഒഴിച്ചിട്ട് ആ ബോട്ടിൽ അവിടെ ഇട്ടിട്ട് ഇനി ഞാൻ കുടിക്കൂലെന്ന് പറഞ്ഞ് ആ വ്യക്തി ഇന്ന് ഒരു 5 കൊല്ലത്തിന് കാട്ടി, അത് സോബറാകുന്ന സ്വഭാവത്തിലെ അതെല്ലാം കണക്ക് നമ്മുടെ അടുത്തല്ല, മേലെ ഒരാളെടുത്താണ്. എങ്കിലും ഞാനൊരു സംഭവമായിട്ട് പറയാം. കുടിച്ചിട്ട് പലരും പറയും ഈ കെണിഞ്ഞു പോവാന്ന് പറയും. നമ്മളെ കൂടെ തന്നെ ഉണ്ട് എക്സ്പീരിയൻസ്. ഒരു ടോക്കൺ പരിപാടിക്ക് വെറുതെ കയറിയിരുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ അമ്മാവന്റെ ആയിരുന്നല്ലോ. അദ്ദേഹം അന്ന് അട്രാക്ട് ആയിട്ട് കയറിയ ആളെന്ന് ഒരു 7 വർഷത്തിൽ കൂടുതൽ കോഴിക്കോട് തന്നെയാണ്. അപ്പൊ ഇതൊന്നും അനോണിമിറ്റി ബ്രേക്കല്ല. ഇതെല്ലാം എന്തിനാ പറയുന്നതെന്ന് പറഞ്ഞാൽ, ആ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം ഉണ്ടെങ്കിൽ അത് തന്നെ ഒരു റേഷ്യോ മാതിരി പറയും. 2 ലക്ഷം പേർക്ക് ഈ മെസ്സേജ് പോകുന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ പല കൺവെൻഷനും മറ്റേടത്തെല്ലാം, അതായത് വേറെ കൺവെൻഷൻ, മാരമൺ കൺവെൻഷൻ അങ്ങനത്തെ അടുത്തെല്ലാം നമ്മളെ പാംലെറ്റ് കൊടുക്കുന്നുണ്ട്. ഇത് എത്ര പേർക്ക് പോകുന്നുണ്ട്? ആരോ പറയും
ഒരു നമ്മളൊരു ഇത് തന്നെ ആള് ആൽക്കഹോളിക്ക് പറഞ്ഞ് നമ്മളെ മുമ്പ് തന്നെ ആ പോംലെറ്റ് ഇങ്ങനെ ചുരുട്ടി കൂട്ടി കളയുന്ന കാണുന്നുണ്ട്. ദേഷ്യം വരും. ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. ഞാൻ ഇങ്ങനത്തെ കാര്യമെല്ലാം നേരത്തെ അറിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ എത്രയോ മുമ്പേ സോബറായന്. ഇല്ല, അത് ദൈവം അനുഗ്രഹിക്കുന്ന ആ സമയത്ത് മാത്രമേ വരാൻ പറ്റുള്ളൂ. അപ്പം ആ ഇതിന് വന്നു കഴിഞ്ഞാൽ ഒരു 2 ലക്ഷം പേർക്ക് ഈ മെസ്സേജ് പോകുന്നുണ്ടെങ്കിൽ 2000 പേരെ വരാൻ ഇഷ്ടപ്പെടുള്ളൂ. അതിൽ 200 പേരെ വരുള്ളൂ. അതിൽ 20 പേരെ ഉള്ളിലിരിക്കുള്ളൂ. 20 പേരിൽ 2 പേർക്ക് ഈ പ്രോഗ്രാം കിട്ടുള്ളൂ എന്നുള്ള ഒരു സീനിയർ മെമ്പർ പറയുന്ന ഒരു അദ്ദേഹത്തിന്റെ. അപ്പൊ എത്രത്തോളം അതിന്റെ റേഷ്യോ എത്രത്തോളം ഇതാന്ന് ആലോചിക്കുക. 2 ലക്ഷം എവിടെയാണ് 2 പേര്? അപ്പം ഈ പ്രോഗ്രാം അങ്ങനത്തെ ഒരു പ്രോഗ്രാം. അതുകൊണ്ട് തന്നെ പറയാ, വീണ്ടും മദ്യപാനം നിർത്താനുള്ള ആഗ്രഹം മാത്രമാണ് എയിൽ ചേരാനുള്ള ഒരേ ഒരു യോഗ്യത. ഈ വാഴപ്പഴത്തിൽ ഊസിയേറ്റ ഒരേ ഒരു യോഗ്യത ഓണസ്റ്റ് ഡിസയർ എന്ന് കൂടെ ഉണ്ടായിരുന്നു. പുതുമക്കാര് അല്ലെ എന്നെ പോലത്തെ സത്യസന്ധരല്ലാത്ത ആൾക്കാര് ഉള്ളിൽ വരാനാണ് ഈ ഓണസ്റ്റ് കൂടെ എടുത്തു കഴിഞ്ഞു. ഓണസ്റ്റ് വേണ്ട, ഓ വെറും ഇത് മതി, ആഗ്രഹം, മദ്യപാനം നിർത്തുന്നുള്ള ആഗ്രഹം മാത്രം മതി. അങ്ങനെ ഉള്ളിൽ വരുന്ന ആൾക്കാരോട് അടുത്തത് പറയും, ഇത് മദ്യപാനം നിർത്തുന്ന സ്ഥലമല്ല, ഇത് നല്ലൊരു ജീവിത നിങ്ങളല്ലേ മദ്യപാനം നിർത്തണം എന്നുള്ള ആഗ്രഹം മാത്രം മതി ഇവിടെ വാന്ന് വിളിച്ചത്. ഇപ്പൊ മദ്യപാനം നിർത്തുന്നതല്ല, ഇവിടെ ഒരു ജീവിത രീതിയുണ്ട്, ഇവിടെ പടികൾ ചെയ്യണം. എനിക്ക് സത്യത്തിൽ ഒരു സ്പോൺസർ എടുക്കണം, പടികൾ ചെയ്യണം എന്നെല്ലാം പറഞ്ഞു എനിക്ക് ദേഷ്യ വന്ന്. കാരണം എന്റെ അൾട്ടിമേറ്റ് ഗോൾ എന്താണ്? എന്റെ അമ്മ പറഞ്ഞതാ, ഇവൻ മദ്യപാനിക്കുന്ന എന്റെ ഭാര്യനോട്, മദ്യപാനം കുറച്ച് അധികമായിട്ടുണ്ട് അവന്. ആ ശീലം കൊണ്ട് അവന്റെ ജീവിതം കുത്തൊഴുക, അതായത് അനിയന്ത്രിതമായി പോയി എന്നുള്ള ഈ വേടൊന്നും എടുക്കുന്നില്ല. മോശമായി പോയിന്ന്, കടം വരുന്ന്, നീയായിട്ട് അടി കൂടുന്നു. അത് നിന്നെ കല്യാണം കഴിച്ചതിന് ശേഷമാണെന്നാ പറഞ്ഞത് ഭാര്യനോട്. ഭാര്യ പറഞ്ഞ ഒരു വാക്ക് നിങ്ങൾക്കറിയാം, മദ്യപിച്ച് വരുന്ന നിങ്ങളെപ്പോലെ കൊല്ലണം എന്ന് വിചാരിച്ചിട്ടില്ല, നിങ്ങളെ അമ്മനെ കൊല്ലണം എന്ന് വിചാരിച്ചു, കാരണം നിങ്ങളെ നല്ലവൻ. അപ്പൊ ആ കൺസെപ്റ്റ് എൻ്റെ ഉള്ളിൽ. എനിക്ക് പ്രശ്നം മദ്യം മാത്രമാണ്, മദ്യപാനമാണ്. ആ മദ്യപാനം നിർത്തിക്കഴിഞ്ഞാൽ ഞാൻ നല്ലവനാ, കംപ്ലീറ്റ് മാറി. പിന്നെ എന്താ, വീടിനെ ശരിയാക്കല്, ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ഓഫീസറെ ശരിയാക്കല് എല്ലാമാണ് എൻ്റെ പരിപാടി. എന്നെ ശരിയാക്കലില്ലായിരുന്നു. ഏല് വന്നപ്പോ എന്നെ വീണ്ടും ശരിയാക്കാൻ പറഞ്ഞപ്പോഴാണ് എനിക്ക് ദേഷ്യം വന്നത് ഇവരോട്. നല്ല കാര്യമുണ്ടാ, മദ്യപാനം നിർത്തുന്ന തന്നെ വലിയ കാര്യം. ഇതിൽ എന്നെ വേറെ ശരിയാക്കാൻ 4-ാം പടി ചെയ്യും, 5-ാം പടി ചെയ്യും, പോയി പണി കാണുകയില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ 3 പടി ചെയ്യാന്ന് പറഞ്ഞു ഒരു സ്പോൺസറോട്, ഒരു പഴമക്കാരനോട്. അദ്ദേഹം എന്നോട് ചിരിച്ചോണ്ട് ചോദിച്ചു, അല്ല 3 പടി എന്താ സാർ, അത് ഈസി അല്ലേ? എടാ മുട്ടാൾ, എടാ പൊട്ട, ഈ ആദ്യത്തെ 3 പടിയാണ് ഏറ്റവും വലിയ ഇത്. ആ 3 പടി അംഗീകരിച്ച് ഉള്ളിലേക്ക് വന്നവൻ വീണ്ടും തിരിച്ചു പോകാൻ കുടിക്കൂല. ആ 3-ൽ തൂങ്ങിക്കൊണ്ട് 4-ഉം 5-ഉം ചെയ്യിക്കും നിന്നെ. 4-ഉം 5-ഉം ചെയ്ത് കഴിഞ്ഞാൽ 6-7-ന് നീ ശരിയാവും. 8-ാം പടി 9-ാം പടി നിന്റെ സൗകര്യത്തിന് നീ തന്നെ ചെയ്യണ്ടോ എന്നുള്ള തീരുമാനിച്ച് ആ രീതിയിൽ ജീവിക്കുമ്പോൾ എനിക്ക് വീണ്ടും എന്തതോ കുത്തുതോ കുടയതോ എന്ന് പറയുമ്പം നീ ചെയ്യാൻ നിർബന്ധിതനാവും. ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ 10-ഉം 11-ഉം 12-ഉം ഒരായുഷ്കാലം ചെയ്തോണ്ടേരി, വേറെ ഒന്നും വേണ്ട. ഈസി പ്രോഗ്രാമാ. ഞാനും വിചാരിച്ചു 12 പടി, ഓമ്മോ എന്താ, ഒരു പടിയിൽ അരഭാഗം കടക്കാൻ ഞാൻ പെട്ട പാട് എനിക്കറിയാം. മദ്യത്തിന് മുന്നിൽ ശക്തിഹീനനെന്ന് കൈതൂക്കാൻ വളരെ പാടായിരുന്നു. അതേ ഞാൻ പറഞ്ഞു, 10 കൊല്ലം എന്താന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന്റെ അടുത്ത ഭാഗം ഇന്നും ശരിയായിട്ടില്ല. എന്റെ സീനിയർ എന്നോട് പറഞ്ഞ 30 കൊല്ലം സീനിയർ, ഇന്നും ഞാൻ ആ പടിയിൽ തന്നെ ഇതിൽ തൂങ്ങിയിട്ട് ജീവിതം അനിയന്ത്രിതമായി പോയി. ഈ ജീവിതം അനിയന്ത്രിതമായി പോയി എന്ന് എന്നോട് പറഞ്ഞപ്പോ എനിക്കും ദേഷ്യം വന്ന. ഞാൻ വീട്ടിൽ ഓണത്തിന് ഭാര്യക്ക് സാരി വാങ്ങി കൊടുത്തിട്ട് കുട്ടികൾക്ക് കടം വാങ്ങിയിട്ടാണെങ്കിൽ ഫീസ് കെട്ടിയിട്ടുണ്ട്. അവരെന്നെ കാണുമ്പോൾ ചിരിക്കുന്നുണ്ട്, കെട്ടിപ്പിടിക്കുന്നുണ്ട്, അവർക്ക് ഞാൻ ഐസ്ക്രീം വാങ്ങി കൊടുക്കുന്നുണ്ട്. ഇതെല്ലാണ് ജീവിതം എന്നാ വിചാരിച്ചത്. 1 day at a time എന്നല്ല ഇവർ പറയും, ഒരു ദിവസമാണ് ജീവിതം. ജീവിതത്തിൽ മക്കളെ പഠിപ്പ്, കല്യാണം. ആരോ പറഞ്ഞ പോലെ ഇപ്പം സ്വർണത്തിന്റെ വില ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ മോളെ കല്യാണം ഇനിയും കഴിഞ്ഞിട്ടില്ല. അതിന് വേണ്ടി ആണ് മറ്റേ ആൾക്കാരെ ഇത് ചെയ്യുമ്പം എൻ്റെ മോള് എന്നെ കാട്ടി ഡബിൾ പരിപാടി ഒപ്പിക്കുന്നത്. അത് ശരിയില്ല, ഇത് ശരിയില്ല.
ഒത്തുവരുന്ന കല്യാണമെല്ലാം അവള് മാറ്റി നിർത്തുന്ന പോലെ അവൾ ഇത് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഇസമാണ് നമ്മളെ പ്രോബ്ലം എന്ന്. ആൽക്കഹോൾ അല്ല, ആൽക്കഹോളിസം, ഇൻ ഡിഫറെന്റ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. ഞാൻ ചിന്തിക്കുന്നത് വേറെ വിധത്തിലുള്ള ചിന്തയായിരിക്കും. ആ ചിന്തകളെ മാറ്റി ഒരു സമനിലയിൽ, അതായത് ഓവറായിട്ട് സന്തോഷത്തിനും ഓവറായിട്ട് സങ്കടത്തിനും സെൽഫിറ്റിക്കും പോവാതെ ഒരു സമനിലയിൽ കൊണ്ടുവന്ന് ഒരു ആത്മീയ ജീവിതം. ഈ ആത്മീയം എന്നെല്ലാം പറഞ്ഞ 10-34 വയസ്സുള്ള കുട്ടികൾ കല്യാണം കഴിഞ്ഞ് കുറച്ച് മദ്യപാനം പ്രശ്നമായിട്ട് ഒരു ട്രീറ്റ്മെന്റ് സെന്ററിലും പോയി തിരിച്ച് ഇന്നലെയും കൂടി വന്നിരുന്നു ഒരു സുഹൃത്ത്. 10-30 വയസ്സേ ആയിട്ടുള്ളൂ. ഒരു കുട്ടിയുണ്ട്, എല്ലാം ഉണ്ട്. ട്രീറ്റ്മെന്റ് സെന്ററെല്ലാം കഴിഞ്ഞ് നല്ല ഫ്രഷ് ആയിട്ടുണ്ട് ആള്, ആപ്പിള് പോലെ. ഞാനെല്ലാം ഒടിഞ്ഞ് കിഴവനെ പോലെ ആയിരുന്നു ഏല് വരുമ്പോൾ. ഇപ്പൊ സഫറിങ് അധികമായിരിക്കും. അതുകൊണ്ട് തന്നെ ഏല് പറയും, ഒരു ഡെഡ് ലൈനോ ഇതൊന്നും ഇല്ല, 1.25 ഫുള്ള് അവസാനം കുടിച്ചോ, അവനെ ഞാൻ ഏല് ഇരിക്കാൻ യോഗ്യനായിട്ടുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ ശരിക്കും കുടിച്ചിട്ടില്ല, പോയി കുടിച്ചിട്ട് വാ. ഇങ്ങനത്തെ കാര്യമെല്ലാം പറയുന്നതെല്ലാം പറയും. ചില കൂട്ടരോട് പറഞ്ഞു പോകും. അത് വേറെ വിധത്തിലുള്ള ഒരു സുഹൃത്ത് പുതിയതായിട്ട് ഇങ്ങനെ ചെറുപ്പക്കാരൻ വന്നിട്ട് ഒരു മീറ്റിങ്ങിൽ തന്നെ പറഞ്ഞ്, നിങ്ങളെ പോലെ എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ഒന്നുമില്ല, കാരണം അനുഭവങ്ങൾ കുറവാണെന്നുള്ള ചെറുപ്പക്കാരൻ ഉദ്ദേശിച്ചത്. ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിളിച്ചിട്ട് ഞാൻ ചോദിച്ച്, അനുഭവങ്ങൾ വീണ്ടും കൂടുതൽ ഞങ്ങളെപ്പോലെ കിട്ടണമെങ്കിൽ വീണ്ടും പോയി കുടിക്കണം. വീണ്ടും പോയി കുടിക്കുന്ന ഒന്നും ഏല് തെറ്റൊന്നുമില്ല. പക്ഷെ കുടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ വിലയും നീ തന്നെ കൊടുക്കണ്ട. മദ്യത്തിനുള്ള വിലയും മാനക്കേടും വീണ്ടും നടക്കുന്ന എല്ലാം, ഇതെല്ലാം നടക്കാതെ ഇന്ന് ഈ ജീവിത രീതിയിലേക്ക് വരാൻ പറ്റുകയാണെങ്കിൽ ഇതായിരിക്കും ഈസി. ഇവിടെ ഫുൾ ഓഫ് ഫ്രീഡം കൊടുക്കണം ആ വരുന്ന ആൾക്ക്. ഞാൻ പറയുന്നത് കേൾക്കണം, അല്ല എൻ്റെ അടുത്ത് തന്നെ ഇരിക്കണം, ഞാൻ പറയുന്ന ഗ്രൂപ്പിൽ തന്നെ നീ പോകണം, എന്നെ തന്നെ നീ സ്പോൺസർ ആക്കണം, എൻ്റെ ഇത് അല്ലെങ്കിൽ ഭാര്യനോട് കച്ചറ കൂടി എൻ്റെ അടുത്ത് ഒന്ന് പറയണം. ആരോ പറയും ഈ സ്പോൺസർ എടുത്ത് കൂടുതൽ ഡിപ്പെൻഡൻസി തന്നെ പാടില്ല എന്ന് പറയും. എല്ലാ കാര്യങ്ങളും ഭാര്യയായിട്ട് അടികൂടി എന്താ ചെയ്യേണ്ടത്? അവിടെ ഭാര്യയായിട്ട് അടികൂടിയിട്ടായിരിക്കും സ്പോൺസർ വെക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ്, എനിക്ക് പഴമക്കാർ പറഞ്ഞു തന്നിട്ടില്ല എന്ന് ഒരു സീനിയർ മെമ്പർ പറഞ്ഞു, എടാ എൻ്റെ പ്രശ്നം തീർന്നില്ല എന്നേരം എനിക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. പ്രോഗ്രാം ഇതൊരു തീരുന്ന പ്രോഗ്രാം അല്ല. അതുകൊണ്ട് തന്നെ പറയും, ഈ പുതുമക്കാർ വരുമ്പോൾ അവരെന്തോ ഞാനങ്ങനെ 6 മാസം കഴിഞ്ഞപ്പോൾ ഒരു സീനിയറിനോട് ചോദിച്ചു, അല്ല സാർ മീറ്റിങ്ങിന് പോവാന്ന് പറഞ്ഞ് ഇപ്പൊ 6 മാസമായിട്ട് മീറ്റിങ്ങിന് വരുന്നുണ്ട്, ഒന്നും നടക്കുന്നില്ല. അപ്പൊ എന്നോട് ചോദിച്ചു, എന്താ നടക്കേണ്ടത്? 6 മാസമായിട്ട് നീ കുടിക്കുന്നില്ല, ഓഫീസിൽ പോകുന്നുണ്ട്, നല്ലോണം ഭക്ഷണം കഴിക്കുന്നുണ്ട്, മക്കളെ ഫീസ് കെട്ടാൻ വേണ്ടി പിന്നെയും കടം വാങ്ങുന്നത് അത് പോട്ടെ, വേറെ എന്താ നടക്കേണ്ടത് എനിക്ക്? എല്ലാം കുറച്ച് പൈസ ബൾക്കായിട്ട് കിട്ടിയാൽ ഞാൻ എൻ്റെ കടമെല്ലാം തീർത്തിട്ട്, അങ്ങനെ ആരും തീർത്തിട്ട് ഇവിടെ പ്രോഗ്രാം ചെയ്യണ്ട. അതുകൊണ്ട് തന്നെയാ പറയാ, ഏല് വരുന്നവർക്ക് കുടുംബക്കാർക്ക് പ്രത്യേകിച്ച് ഒരു വാഗ്ദാനവും കൊടുക്കാൻ പാടില്ല. അതിന്റെ 2 കാര്യം പറയാം. ഒരു ചെന്നൈയിൽ അയാള് നൈറ്റ് വിജിലെല്ലാം ചെയ്യുന്ന ആളാണ്. അയാൾക്ക് ഇപ്പൊ സുഖമില്ല, ഓക്കെ. അയാൾ ഒരു സുഹൃത്തിനോട് പറഞ്ഞ്, ഏല് വന്നാൽ കല്യാണം നടക്കും. കല്യാണം കഴിഞ്ഞിട്ടില്ല മറ്റേയാൾക്ക്. എല്ലാം കഴിഞ്ഞ് അയാൾ വന്ന് ആദ്യത്തെ 90 ദിവസം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞ് 90 ദിവസം കഴിഞ്ഞപ്പോൾ മറ്റേ ആളെ വീട്ടിൽ പോയിട്ട് പറഞ്ഞു, സാർ ഞാൻ 90 ദിവസം കഴിഞ്ഞ് പെണ്ണ് നോക്കി തരുമോ എനിക്ക്? പറയുന്ന നല്ല രസം. മറ്റേ ആൾ പെണ്ണ് നോക്കി തരാനാ? എനിക്ക് വേറെ പണിയുണ്ട് മോനെ, നീ 1 വർഷം വാ, അല്ല സോറി 6 മാസം വാ, എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ശരിയാവും. ഇയാള് മറന്ന്, അവൻ 6 മാസം കഴിഞ്ഞപാട് ഇയാൾക്ക് ഫോൺ ചെയ്തു, സാർ 6 മാസം കഴിഞ്ഞ് എന്തെങ്കിലും പെണ്ണ് നോക്കി. പെണ്ണ് നോക്കുന്നത് എൻ്റെ പണിയൊന്നുമല്ല. നിങ്ങളുടെ ഇവിടെ വരുമ്പോൾ 1 വർഷത്തിനുള്ളിൽ പെണ്ണ് നോക്കി കല്യാണം 1 വർഷം ടോക്കൺ വാങ്ങുമ്പോൾ അയാളെ തന്നെ വിളിച്ച് ചീഫ് ഗസ്റ്റ് അല്ല ചെയർപേഴ്സണായിട്ട് ഇരുത്തി ഇയാൾ ടോക്കണെല്ലാം ഇട്ട് കഴിഞ്ഞ് കെട്ടിപ്പിടിച്ച് കഴിഞ്ഞ് തിരിച്ചു പോകാൻ. സാർ പെണ്ണെന്തെങ്കിലും നോക്കിയോ? പണ്ടാറടക്കാൻ വേണ്ടി ഇവനുള്ള മീറ്റിങ്ങിൽ പോയി കഴിഞ്ഞാൽ പിന്നെ പെണ്ണ് നോക്കിയ അവസാനം അയാൾക്കും പ്രശ്നം മറ്റേയാൾക്കും പ്രശ്നമായി എന്നാ പറഞ്ഞു. അപ്പൊ ഈ എന്താ പറയാ, ഭാര്യമാര് പോയിട്ടുണ്ടാവും, ഞാനിതാ കൂട്ടിയിട്ട് കൊണ്ടുവന്നിട്ട് നിങ്ങളെ യോജിപ്പിച്ചു വെക്കാം,
പഞ്ചായത്ത്, ഞാനുള്ള പഞ്ചായത്തിന് പോയ ആളാ. ഭയങ്കര ഭാര്യയും ഭർത്താവും. അവസാനം ഒരു വീട്ടിൽ ഒരു ആള് വീണ്ടും വീണ്ടും സ്ലിപ്പായ ഒരാളെ ഞങ്ങൾ മീറ്റിങ്ങിൽ കഴിഞ്ഞിട്ട് ഫാമിലി ഗെറ്റ് ടുഗതറാ, ഫാമിലി അന്നേരം നടത്തിയിരുന്നു. അവിടെ പോയിട്ട് അയാൾ കുടിച്ചു കിടക്കുക, ഭാര്യ അലനിൽ വരുന്നുണ്ട്, ഭാര്യയും 2 പെൺകുട്ടികളും ഉണ്ട്. ഞാനും എൻ്റെ ഭാര്യയും പെൺകുട്ടികളും വേറെ ഒരാളെ ഭാര്യയും ആ കുട്ടികളെല്ലാം ഒരു വലിയ കാറിൽ കയറിയിട്ട് പോയതാ. അവിടെ പോയി അവർ സ്ത്രീകളെല്ലാം തനിയെ സംസാരിച്ചുകൊണ്ടിരുന്ന് കാപ്പിയെല്ലാം കുടിച്ച് ഇയാളോട് കുറെ കാര്യം പറഞ്ഞ് എൻ്റെ കൂടെ വന്ന ആ മറ്റേ ആളോട് ഇയാള് സൈഡിൽ കൊണ്ടുപോയിട്ട് ഒരു കാര്യം ഞാൻ പറയാറുണ്ടെന്ന് പറഞ്ഞിട്ട് അയാള് മറ്റേ ആളോട് പറഞ്ഞു, നൈറ്റ് കുറച്ച് നല്ലോണം എന്നോട് കോപ്പറേറ്റ് ചെയ്യാൻ പറയും വൈഫിനോട്, അത് പറഞ്ഞിട്ട് പോയിക്കോ, എങ്കിൽ ഞാൻ ഏയിലേക്ക് വരാം. അപ്പൊ ഇതാണ് കിട്ടുക. അവസാനം മാമാ പണി എടുക്കേണ്ടി വരും. ഇതെല്ലാം ഇതായിട്ട് പറയല്ല. ആദ്യകാലങ്ങളിൽ എങ്ങനെയാ എന്തിനു വേണ്ടിയാണിത്? ഈ പെണ്ണുങ്ങളെയും കൂട്ടിയിട്ടുള്ള ഈ ചുറ്റല്, മറ്റേ പെണ്ണുങ്ങളെ കാണുമ്പോൾ കൂടുതൽ വർത്താനം. എൻ്റെ ഭാര്യയ്ക്ക് ഇന്ന് ദേഷ്യം, അതായത് ദേഷ്യം മീൻസ് മറ്റുള്ള ഏതാണ്ട് മെമ്പറോടെല്ലാം സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ അയ്യോ. പക്ഷെ എൻ്റെ ഭാര്യ ഒരു മെമ്പറോട് വർത്താനം പറയാൻ പാടില്ല. ഇതെല്ലാം എൻ്റെ സെൽഫിഷ്, എൻ്റെ ഉള്ളിലുള്ള മോശത്തിലുള്ള കരടും ഇതുമെല്ലാണ് ഇതെല്ലാം. അതേപോലെ തന്നെ തൂത്തുക്കുടിയിൽ എനിക്ക് നടന്ന സംഭവം, മറ്റേത് വേറൊരാൾക്ക് എനിക്ക് നടന്ന സംഭവം. തൂത്തുക്കുടി GHL ഞങ്ങൾക്കൊരു വാർഡുണ്ട്. അവിടെ വാർഡ് മീൻസ് ഞങ്ങൾക്കല്ല, സൈക്കാട്രിക് വാർഡാണ്. അവിടെ ആൽക്കഹോളിക് വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ വിളിച്ച് ബുധനാഴ്ച സംസാരിക്കാൻ വേണ്ടി അവിടുത്തെ ഡീൻ, ഇതെല്ലാം ഒരു വലിയ ഏലുള്ള ക്രെഡിറ്റാ പറയുന്നത്. അല്ല ഞാൻ സുരേഷ് അല്ല. അപ്പം ആൾക്കാരെല്ലാം ഇപ്പൊ അവർ ചെയ്യുന്നുണ്ട്, ഞാനില്ല അവിടെ ഉള്ള അത് തുടങ്ങിയപ്പോൾ ഞാൻ ഉണ്ടായിരുന്നു. ഞാൻ പോവായിരുന്നു പറ്റുമ്പോൾ 11:30 to ഒരു 12:30 വരെ ഞങ്ങൾ അവിടെ ഉണ്ടാവും. ഒരു ഇതേപോലെ തന്നെ കല്യാണം കഴിയാത്ത ഒരു പയ്യൻ, അവൻ ഡ്രിപ്സ് എല്ലാം കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവന്റെ പ്രോബ്ലം കെട്ടിട പണിയാ. കെട്ടിടത്തിൽ നിന്ന് മേലിന്ന് താഴെ വീഴാ എപ്പോഴും പണി, അല്ലെങ്കിൽ വണ്ടിയിൽ നിന്ന് വീഴും. മദ്യം തന്നെയാണ് അതിന്റെ കാരണം എന്നാ തോന്നുന്നത്. ഇതാരെങ്കിലും സമ്മതിക്കുവോ? എനിക്കതൊന്നും ഇല്ല എന്ന് അവൻ ആദ്യം തന്നെ പറഞ്ഞത്. അങ്ങനെ ഞാൻ എൻ്റെ അനുഭവങ്ങളും ഇതെല്ലാം പറഞ്ഞു പിടിച്ച് തിരിച്ചു വരുമ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ മോളിപ്പോൾ അമേരിക്കയില, പേരക്കുട്ടീൻ്റെ കൂടെ എല്ലാം എല്ലാവരും എഴുന്നേറ്റ് ഞങ്ങൾ പോകാൻ പോകുമ്പോൾ സാർ ഒരു മിനിറ്റ്, ഈ വന്നാൽ അമേരിക്കയിലേക്കുമെന്ന് ചോദിച്ചു. ഈ വേണ്ടാത്ത കാര്യങ്ങൾ ഈ ഇടയിൽ ഇങ്ങനെ പറഞ്ഞ് ഈ പുതുമക്കാരോട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ അവരതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യും. എനിക്കല്ല എൻ്റെ പഴമക്കാര് ഇവന്റെ പ്രശ്നം, ഇവൻ പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഇവൻ എസ്കേപ്പ് ആയിക്കാളെന്ന് പറഞ്ഞിട്ട് പൈസ 5 പൈസ എന്നിട്ടും അവരെ കൊണ്ട് അന്നേരം ഈ എയർടെലിൻ്റെ എല്ലാം പ്രീപെയ്ഡ് ഒരു ഈ ഫോണിന്റെ ഗ്രൂപ്പായിട്ടുള്ള 10 പേര് ഒരേ നമ്പർ എടുത്തിട്ട് അങ്ങനത്തെ എല്ലാം ഒരു ഇതുണ്ട്, ബിസിനസ് ആൾക്കാരെടുത്തതാ അത്. ഞങ്ങൾ ഞങ്ങൾ തമ്മിൽ സംസാരിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഫാമിലി, ഹസ്ബൻഡ് ആൻഡ് വൈഫ്, കുട്ടിക്ക് 3 നമ്പർ, എനിക്ക് എൻ്റെ ഭാര്യക്ക് വേറൊരാൾക്ക്, ഞങ്ങൾക്ക് 2 ഫോണ്, വേറൊരാൾ. ഈ 2 ഫോണിന്റെ ബില്ല് വരും ഒരു 500-600 രൂപ. അവിടുന്ന് അത് ഞങ്ങളെ നെയ്വേലിലില്ല അതിൻ്റെ ഇത്, കുറച്ച് ഔട്ടറിലുള്ള ഒരിടത്താണ്. അവിടുന്ന് ഒരു സീനിയർ വരുന്നുണ്ട്, അദ്ദേഹത്തിനോട് ഫോൺ ചെയ്ത് പറഞ്ഞ് കെട്ടും. ബാക്കി എല്ലാവരും കെട്ടിക്കഴിഞ്ഞാൽ അന്നത്തെ വൈകുന്നേരം തിരിച്ചു കൊടുക്കും പൈസ. ഞാൻ കെട്ടിക്കഴിഞ്ഞാൽ പിറ്റത്തെ മാസമേ ഞാൻ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ എൻ്റെ അടുത്ത് ഉണ്ടാവുള്ളൂ. സാമ്പത്തിക പ്രശ്നം അപ്പൊ തന്നെ ഇവര് പല ഇതിലും പോകുമ്പം അവരുടെ ജീവിത രീതി എനിക്ക് കാണിച്ചു തന്നത് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുഭവങ്ങളിലൂടെ എല്ലാം. ഒരു 25 കൊല്ലം ആ സമയത്ത് തന്നെ ആഴുന്ന ചെന്നൈയിൽ ഒരു വീട്ടിൽ ഒരു ഇത് ചെയ്യുമ്പം എൻ്റെ സീനിയറിനോട് അയാൾ 25 വർഷം കംപ്ലീറ്റ് ചെയ്യുന്ന അവർ രണ്ടുപേരും റിട്ടയർഡ് ടീച്ചേഴ്സാണ്. അയാളോട് എൻ്റെ സീനിയറുടെ പേര് വിളിച്ചിട്ട് പറഞ്ഞ്, എൻ്റെ അടുത്ത് കുറച്ച് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട്, ഞങ്ങൾ അതിൻ്റെ ഇൻട്രസ്റ്റ് പോലും എടുക്കുന്നില്ല, അത് ബാങ്കിൽ തന്നെയാണ് കിടക്കുന്നത്, അത് നിങ്ങൾ വേണമെങ്കിൽ ഉപയോഗിച്ചോ, എനിക്ക് എപ്പെങ്കിലും ഉണ്ടെങ്കിൽ തന്നാൽ മതി, നിങ്ങൾ 2 പെൺകുട്ടികളാണല്ലോ. ഇയാളോടുള്ള ഇഷ്ടം കൊണ്ട് പറയാ. ഞാൻ അവ കേട്ടോണ്ടിരിക്കുന്നുണ്ട്. ഇയാൾ വേണ്ടെന്ന് പറഞ്ഞു, പലിശ പോലും വേണ്ടെന്നാ പറയുന്നത്. ഞാൻ പറഞ്ഞു പോട്ടാൻ, ഇയാൾ ജീവിതം 2 അറ്റം മുട്ടിക്കാൻ വേണ്ടി പെടുന്ന പാട് ഞങ്ങളെ കാണുന്നുണ്ട്. സ്വന്തമായി 2 വീലർ പോലും ഇല്ല, വീടില്ല, വാടക വീടാണ്,
എന്നിട്ടാണ് ഇയാൾ ഈ ഓഫർ ചെയ്യുന്ന പൈസ നോ എന്ന് പറയുന്നത്. ഞാൻ കുറച്ചു കാലം ഞാൻ അന്നേരം ചിന്തിച്ച്, ഇത് എനിക്ക് തന്നിട്ട് ഞാൻ വാങ്ങിയിട്ട് എൻ്റെ കട അടച്ചിട്ട് ഞാൻ എത്ര പലിശ കൊടുക്കുന്നുണ്ട്, 10 രൂപ പലിശയല്ലോ, അപ്പൊ അതെങ്കിലും ചെയ്തേനെ എന്നുള്ള രീതിയിലാണ് ഞാൻ ചിന്തിക്കുന്നത്. ഒരാഴ്ച കഴിഞ്ഞ് അയാൾ വേറൊരു ഫിസിക്കൽ മീറ്റിംഗ് വന്നപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു, അല്ല സാറേ, ഇങ്ങനെ പൈസ അവരായിട്ട് പറയുന്നല്ലേ നമുക്ക് സഹായം ചെയ്യാൻ, അത് സ്വീകരിക്കുന്നതിന് നിങ്ങൾക്ക് എന്താ? സുരേഷ്, ഞാൻ അത് സ്വീകരിക്കുന്നതൊന്നും വലിയ കാര്യമൊന്നുമില്ല. സ്വീകരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏത് മീറ്റിങ്ങിന് പോയാലും അയാൾ ഉണ്ടെങ്കിൽ ഞാൻ ഫ്രീ ആയിട്ട് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഏടെ കാര്യങ്ങൾ ഇത് ചെയ്യാൻ പറ്റൂല. സത്യം അത്. ജസ്റ്റ് ഒരു 1000 ഉറുപ്പ്യ ആരുടെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ, ഇത് നിങ്ങളെല്ലാം ചെയ്യാതിരിക്കാൻ അത്യാവശ്യത്തിന് ഏക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കൺവെൻഷന് പോകുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളതിനെല്ലാം പല വിധത്തിലും വാങ്ങുകയും കൊടുക്കുകയെല്ലാം ചെയ്യുകയെല്ലാം ചെയ്യും. വാങ്ങിയാൽ കൊടുത്താൽ മതി. വാങ്ങിയാൽ കൊടുക്കുന്ന ശീലമില്ലല്ലോ എനിക്ക്, അതല്ലേ പ്രശ്നം. അപ്പോ ഏലിപ്പോ ഒരു സംഭവം, ഒരാൾ ഇങ്ങനെ 12 സ്റ്റെപ്പ് എല്ലാം ചെയ്ത് നല്ല ഇതില് അദ്ദേഹത്തിന്റെ അടുത്ത് കുറച്ച് പൈസയിലുള്ള ആള് തന്നെയാണ്. 2 പുതുമക്കാർ വന്നു കഴിഞ്ഞാൽ അവരെ ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നിക്കൽ കുടുംബത്തിൽ പിരിഞ്ഞിട്ടുണ്ടാവും, കുടുംബം ഉണ്ടാവില്ല, അനാഥ ഒരു ഇതായിട്ടുണ്ടാവും, തങ്ങാൻ വീടുണ്ടാവില്ല. ഇതെല്ലാം നമ്മൾ സിമ്പതി വിചാരിച്ച് എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ അത് നമുക്ക് തന്നെ പാരയാകും. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ 2 പേർക്ക് ഒരേ ആള്, അയാൾ 12 സ്റ്റെപ്പ് ചെയ്ത് കൊണ്ടുവന്ന ആൾക്കാരാണ്, ജോലിയില്ല, ഈ തള്ളുവണ്ടി ലൈസൻസ് വാങ്ങിക്കൊടുത്ത് തള്ളുവണ്ടിയിൽ ഭയങ്കര ഇമ്പ്രൂവ്മെന്റ്, അയാൾക്ക് ഇമ്പ്രൂവ്മെന്റ്, അവർ 2 പേർക്കും ഭയങ്കര. ഇത് കുറച്ച് പൈസ എല്ലായപ്പം ആ 2 പേരും മീറ്റിങ്ങിന് വരാതിരിക്കാൻ തുടങ്ങി. ഇയാൾ തേടി പോകാൻ തുടങ്ങി, കാരണം ഇയാൾക്ക് കുറച്ച് പൈസ കിട്ടാനുണ്ട്. ഇയാൾ അവിടെ തേടി പോയി കഴിഞ്ഞാൽ അവർക്ക് ചായയെല്ലാം വാങ്ങിക്കൊടുത്തിട്ട് അയാളോട് അവിടെ തന്നെ നടത്തി. പിന്നെ തിരിച്ച് അവർ 2 വരാതായി, ഇയാളും വരാതായി എന്നുള്ള രീതിയിലേക്കായി. ഇതെല്ലാം ഈ കമ്മിറ്റ്മെന്റ്സ് എല്ലാം വെച്ച് കഴിഞ്ഞാൽ, അതുകൊണ്ട് തന്നെ ഈ കൊടുക്കൽ വാങ്ങൽ, പഞ്ചായത്ത്, കൂട്ടിവെക്കല്, ആൾക്കാർ. തൂത്തുക്കുടിയിലുള്ള ഒരു ഫാമിലി ഉണ്ട്, ചെയ്യുന്നോണ്ട് തെറ്റില്ല. കാരണം വന്ന ഒരു സുഹൃത്ത് എന്തെങ്കിലും വീണ്ടും ഇത് ചെയ്യുമ്പം കാരെ മാത്രമേ വിളിക്കാൻ അവർക്ക് തോന്നുള്ളൂ. ട്രീറ്റ്മെന്റ് സെന്ററുകാരെയോ അല്ലെങ്കിൽ പോലീസുകാരെയോ ഒന്നും വിളിക്കൂല. ഒരു ടെററായിട്ടുള്ള ഒരു ഫാമിലി, അവരുടെ ഫാമിലി ഭയങ്കര ഫാമിലിയാണ്. ആ ഫാമിലിയിൽ ഒരു പയ്യൻ, ഏറ്റവും ഇളയ പയ്യൻ, അവൻ ഇടക്കിടക്ക് സ്ലിപ്പാവും. എന്നെ വിളിക്കും, അല്ലെങ്കിൽ അവിടെയുള്ള വേറൊരാളെ വിളിക്കും. ഞങ്ങൾ 2 പേരും തന്നെ പോവുക, അല്ലെങ്കിൽ ഞാൻ ഒറ്റക്കും പോകുന്ന ഒരു ഇതുണ്ടായിരുന്നു. എൻ്റെ ഭാര്യ തൂത്തുക്കുടിയിട്ടുണ്ടായിരുന്നു ഒരു സമയത്ത്. ഈ പുതുമക്കാരോടുള്ള അപ്രോച്ചാ പറയുന്നത്. അപ്പോൾ സെൽഫോണിൽ എൻ്റെ ഇതിലേക്ക് ഒരു ഫോണ് വരുന്നു. ഞാൻ എൻ്റെ ഭാര്യയും ബീച്ചിൽ നടക്കുക, വരുമ്പം ഇവൻ്റെതാണ്. ഇവന് കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം വലിയ മറ്റേ കത്തി എടുത്തിട്ട് വെട്ടാൻ പോകും ഏട്ടന്മാരെ. അവൻ്റെ ചേട്ടന്മാരാ അവൻ്റെ ഏറ്റവും വലിയ ശത്രു. വെട്ടാൻ പോക്ക. ഈ കത്തി താഴെയാണെങ്കിൽ കര കാണണം. ഇതാരോ പറഞ്ഞ പോലെ എന്തോ മന്ത്രം പോലെ ഉണ്ട്. ബാക്കി ആര് പറഞ്ഞാൽ, അച്ഛനമ്മ പറഞ്ഞാൽ പോലും കേൾക്കൂല. അപ്പോ എന്നെ വിളിച്ച പാട് അവൻ്റെ ഭാര്യ അമ്മയെല്ലാം സംസാരിക്കുന്നുണ്ട്. മോനെ വേമ്പാ, ഇതിങ്ങനെ അതായിപ്പോവും, മറ്റേതാകും, അവൻ്റെ ഏട്ടനെ വെട്ടുന്നു പറയും. ഒന്നും ആവില്ല, നിങ്ങൾ അനങ്ങാണ്ടിക്ക്. അവൻ്റെ അടുത്ത് ഇല്ല. കുറച്ച് കഴിഞ്ഞപ്പോ ഞാനിങ്ങനെ അവൻ്റെ ഫോണിലേക്ക് ഫോൺ അടിച്ച്, എന്നാ നീ പെസാതെ, ദൂരെ വെക്കുമ്പോൾ കത്തിയൊന്നും താഴെ ഇടൂല, ഭയങ്കര ഉനക്ക് தெரியாத അവൻ എന്താ ചെയ്തതെന്ന്, മറ്റേ എൻ്റെ ഭാര്യനെ ഇങ്ങനെ പറഞ്ഞ് മറ്റേതാക്കി ഓരോ കാരണം കിട്ടണമല്ലോ. അല്ല പറഞ്ഞപ്പോ ഞാൻ അവനോട് പറയാ, നിന്റെ കുട്ടികളെ കണ്ണീര് നിനക്ക് കാണുന്നില്ലേ, നിന്റെ ഭാര്യ പാവല്ലേ. എൻ്റെ ഭാര്യ അടുത്തുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ ഫോണ് കട്ട് ചെയ്തപ്പോ എൻ്റെ ഭാര്യ പറഞ്ഞു, നിങ്ങളാരാ വലിയ പുണ്യാളനോ, അവന്റെ ഭാര്യന്റെ കണ്ണീര് കണ്ടില്ലേ, മക്കളെ കണ്ണീര്, നിങ്ങൾ ഞങ്ങളെ കണ്ണീരും ഇതും കണ്ടിനോ? അതൊന്ന്. രണ്ടാമത്തെ എന്നോട് ഭാര്യ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ആരോടെ സംസാരിക്കുന്നു? ഞാൻ അവന്റെ പേര്, അവനല്ല, അവനൊരു രോഗിയാണ്. ആ രോഗിയോട് നിങ്ങൾ ഈ കണ്ണീര് കാണുന്നില്ല, ഇത് കാണുന്നില്ല എന്ന് പറഞ്ഞപ്പം എനിക്ക് ഏറ്റവും വലിയ തിരിച്ചറിവ് അന്നാ ഉണ്ടായത്. അതായത് ഈ മദ്യപാനാസക്ത രോഗിയായ ഞാൻ വീണ്ടും മദ്യപിക്കുന്നവനോട് നീ എന്തിനാ മദ്യപിക്കുന്നതെന്ന് ചോദിക്കുന്ന ഒരു ശീലമുള്ള ഞാൻ. എന്നോട് ചോദിച്ചിട്ടില്ല ഞാൻ എന്തിനാ ഇത്ര കാലം മദ്യപിച്ചതെന്ന്. ഞാൻ മറ്റുള്ള വോട്ടർ സ്ലിപ്പാകുമ്പോൾ എല്ലാം ഇത് ചെയ്യുമ്പോൾ ഈ പുതുമക്കാരനോട് നീ എന്തിനാ മദ്യപിക്കുന്നത്, നിനക്ക് നല്ലൊരു ജോലി കിട്ടിയല്ലേ,
പിന്നെ നീ എന്തിനാ അത് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ എന്താ പറയാ, എന്തുകൊണ്ടാ അടിക്കണ്ട? ഈ ചോദ്യം ഏറ്റവും റബ്ബിഷായ ഒരു ചോദ്യമാണ്. ഇപ്പൊ കൂടെ ഒരു സുഹൃത്തുണ്ട്, ഇപ്പൊ ഉള്ള കിട്ടിയ ഒരു ഇതിൽ നിന്ന് ഇപ്പൊ ആ ചോദ്യം ഇല്ല. എപ്പ ഇത് മതിയാക്കിയിട്ട് മീറ്റിങ്ങിലേക്ക് വരുന്നതെന്ന് മാത്രം ചോദിക്കും. ഇപ്പൊ കൂളായിട്ടാ പറഞ്ഞ ഒരു സുഹൃത്ത്, സ്ലിപ്പായ സുഹൃത്ത്, കുറച്ച് കഴിയട്ടെ ഞാൻ വരും. ഓ വെരി ഗുഡ്. അങ്ങനെ പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കാനാ പറഞ്ഞു. അവനോട് കുടിക്കല്ലേ കുടിക്കല്ലേ എന്ന് പറഞ്ഞാൽ അവൻ കുടിക്കുക തന്നെ ചെയ്യും. നീ കുടിക്കുന്നേ നിന്റെ ഇഷ്ടം, കുടിക്കാതിരിക്കണമെങ്കിൽ നമ്മളെ മീറ്റിംഗ് തുറന്നിട്ടുണ്ട്, ഇഷ്ടം ഉണ്ടെങ്കിൽ വന്നോ, കുടുംബം രക്ഷപ്പെടും. എന്നോട് മെനഞ്ഞാന്ന് ഒരു സീനിയർ മെമ്പർ പറഞ്ഞു അവരുടെ അടുത്തേക്ക് പോവാന്ന് വേറൊരു കുടുംബക്കാരൻ പറഞ്ഞപ്പം, നിങ്ങൾ അവിടെ പോയിട്ട് വെറുതെ ഒറ്റക്ക് ഇരുന്നിട്ട് ഭാര്യനോടോ മക്കളോടോ സംസാരിക്കരുത്. ഞാൻ ഈ രീതിയെല്ലാം ചെയ്തതാ. എന്നിട്ട് ഇതേപോലെ തന്നെ ആ കുടിച്ച ആള് എന്നെ കൊണ്ടും അവിടെ തൂത്തുക്കുടിയിൽ പറഞ്ഞതാ. എൻ്റെ ഭാര്യ ടീച്ചറാണ്, അവരെ സ്കൂളിൽ പോയി പ്രശ്നം ഉണ്ടാക്കിയിട്ട് നീ ഇന്ന എൻ്റെ പേരും വേറൊരാളെ പേരും പറഞ്ഞിട്ട് ഇവരെ നീ കീപ്പായിട്ട് വെച്ചോണ്ടിരിക്കുന്നതെന്നാ ചോദിച്ചത്, പബ്ലിക്കിലും സ്കൂളിൽ വെച്ചിട്ട്. പിന്നെ സോബറായി പിന്നെ ഇപ്പൊ മേല് വരുന്നുണ്ട് 2 കൊല്ലമായിട്ട്. ആദ്യത്തെ ദിവസങ്ങളിൽ വരുമ്പം കാലിൽ കെട്ടിപ്പിടിച്ച് എണ്ണാ തെരിയാമ മറ്റേതാക്കി പോയി മന്നിച്ചിട്. ഈ മന്നിച്ചിട് കിന്നിച്ചിട് എന്നുള്ള പറയാൻ അവനെ വെക്കുന്നത് എൻ്റെ മിസ്റ്റേക്കാ. ഞാൻ ഈ വേണ്ടാത്ത കാര്യങ്ങളിൽ പോയിട്ട് തലയിടരുത്. ഞാൻ മീറ്റിങ്ങിന് വരിക, മര്യാദയ്ക്ക് എൻ്റെ വീട്ടുകാരെ നോക്കുക. എൻ്റെ വീട്ടിലൂടെ കരച്ചിലും ബഹളവും അടിയും പിടിയും തീർന്നിട്ടില്ല. അന്നേരമാണ് മറ്റേ വീട്ടിൽ പോയിട്ട് ഞാൻ ചെയ്യുന്ന കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പുതിയതായിട്ട് വരുന്നുണ്ടാവും, വന്നുകൊണ്ടിരിക്കുമ്പം അവരെ ഭാര്യനോട് അല്ലെങ്കിൽ അമ്മനോട് അല്ലെങ്കിൽ സിസ്റ്ററിനോട്, പെണ്ണുങ്ങളോടാ കൂടുതൽ, അവരെ ആണുങ്ങളോട് അച്ഛന്മാരോടോ അല്ലെങ്കിൽ ആങ്ങളമാരോടോ അവരോട് ഇവരെ ശ്രദ്ധിക്കണേ, ഇവൻ പറയുന്നത് കംപ്ലീറ്റ് അദ്ദേഹത്തിന്റെ ഭാര്യയായിരിക്കും അല്ലെങ്കിൽ അമ്മയായിരിക്കും അല്ലെങ്കിൽ സിസ്റ്റർ ആയിരിക്കും. അവരോടാ ഞാൻ അയാളെ കുറിച്ച് ഇത് പറയുന്നത്. ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ പോവും. കുറെ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ടോക്കൺ പരിപാടിക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടിക്ക് അവർ കാണുമ്പോൾ സുരേഷ് സാർ അന്നേ പറഞ്ഞിരുന്നു നീ ഭയങ്കര കള്ളനാണ്, നിന്നെ വിശ്വസിക്കരുത്. ആ മെമ്പറിന് എങ്ങനെ ഉണ്ടാവും എന്നെ കുറിച്ചുള്ള ധാരണ? ഇയാൾ ഈ വേണ്ടാത്ത കാര്യം ഇയാളെ കാര്യങ്ങളിൽ ഈ എൻ്റെ മീറ്റിങ്ങിലുള്ള കാര്യം പറഞ്ഞത് വേറെ ആരുടെ പോയി പറഞ്ഞാലോ? അതാ പറഞ്ഞു, വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടി ഇതിൽ വന്നിട്ട് നിൽക്കരുതെന്നാ പറഞ്ഞു. പുതുമക്കാരെന്ന് പറയുന്ന ആൾക്കാർ ആൽക്കഹോളിക്കാ, ഞാനും ആൽക്കഹോളിക്കാ. രണ്ടും ഒരേ രോഗം വഹിച്ച് അവസാനം വരെ ജീവിച്ചു പോകേണ്ട ആൾക്കാരാ. അതുകൊണ്ട് തന്നെ ഉപദേശവും ഇതൊന്നും അധികം പാടില്ല എന്ന് പറയും. എൻ്റെ ശരിയായ സ്ട്രൈറ്റ് അവേ ഞാൻ ഇങ്ങനെയെല്ലാം ചെയ്യുന്നുണ്ട്. ഞാൻ പരിഗണന ചെയ്തുകൊണ്ട് ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ സത്യസന്ധമായതുകൊണ്ട് ഇന്ന് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഭാര്യനോട് എൻ്റെ മക്കളോട് എനിക്ക് സത്യസന്ധമായിരിക്കാൻ പറ്റുന്നുണ്ട്. അല്ലെ ഞാൻ ഭാര്യനോടുള്ള ഒരു മിനിറ്റ് ഇന്നിപ്പോ ഒന്നും ചെയ്യാതെ തന്നെ ചീത്ത കിട്ടുന്നുണ്ട്. അതാ രസം. അപ്പൊ എന്താ ചിന്തിക്കുന്നത് അറിയോ? ഇവിടെ നമ്മളെ വെറുതെ ചീത്ത പറയാ. ഇന്ന് എൻ്റെ റിട്ടയർഡ് ലൈഫിൽ പൈസ കുറഞ്ഞുണ്ട് ചീത്ത പറയാ. അല്ലെങ്കിൽ ഞാനിപ്പോ മീറ്റിങ്ങിന് പോകുന്നില്ലേ റെഗുലറായിട്ട്, അവരുദ്ദേശിക്കുന്ന എന്നോട് മെനഞ്ഞാന്ന് പറഞ്ഞൊരു കാര്യ, പണ്ട് കുടിച്ചിട്ട് കിടന്ന് അന്നേരം ദേഷ്യം വരും നിങ്ങളെ കാണുമ്പോൾ. ഇന്ന് കുടിക്കാതെ ഇങ്ങനെ ഈ സാധനവും കാതിൽ വെച്ചിട്ട് കിടക്കുന്നു, ഇപ്പോൾ വെറുപ്പാ വരുന്നത് നിങ്ങളെ കാണുമെന്നാണ്. അപ്പൊ ഇത്രയും ചെയ്തിട്ട് ഈ കിട്ടുമ്പോ 6 മാസം 1 വർഷം കഴിഞ്ഞ ഉടനെ ആൽക്കഹോളിക്ക് വിളിക്കും, ചേട്ടാ എൻ്റെ ഭാര്യ തീരെ പറയുന്നൊന്നും കേൾക്കുന്നില്ല, അവൾക്ക് ഭയങ്കര തിമിര്, അവള് അലനാണ്ടിൽ വേറെ പോകുന്നുണ്ട്, അവള് ഞാൻ എന്ത് പറഞ്ഞാലും ഓപ്പോസിറ്റായിട്ട് പറയുന്നു, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് മറ്റേ പ്രശ്നത്തിന് അവള് എന്നോട് കടം വാങ്ങണ്ടെന്ന് പറഞ്ഞ നല്ല കാര്യമേ പറയാം, അത് എനിക്ക് തീരെ ഇഷ്ടമല്ല. കടം വാങ്ങരുത്, അല്ലെങ്കിൽ വേണ്ട കണ്ട കാര്യം, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും പറയരുത്, ഇതെല്ലാം പറയുമ്പോൾ അവളോട് ദേഷ്യം വേണം. അപ്പൊ അതാ പറഞ്ഞ ഒരു ഒറിജിനൽ സ്പോൺസറാണ് എനിക്ക് ശരിക്കും പറഞ്ഞ എൻ്റെ ഭാര്യ. എന്നോട് മീറ്റിങ്ങിന് പോകുന്നു പറയുന്ന ഒരാള് ഭാര്യ, അത് പറയുമ്പോൾ എനിക്ക് ദേഷ്യം വരും. അപ്പം നമ്മള് ഈ പുതുമക്കാരോട് അവരെ കൊണ്ട് ചെയ്യിക്കണം എന്നാ പറയുന്നത്. ഒരു സ്പോൺസിയുടെ ഏറ്റവും വലിയ ജോലി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പോൺസറെ
സോറി, സ്പോൺസർ ഏറ്റവും വലിയ ജോലി എന്താന്ന് പറഞ്ഞാൽ ഒരു സ്പോൺസർ ആക്കുന്നതെന്ന് പറയും. അത് വിചാരിച്ച് ഞാനൊന്ന് സ്പോൺസർ ആയിട്ട് ഞാനൊന്നും അങ്ങനത്തെ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക. അതായത് നമ്മളെ ഈ വരുന്ന മീറ്റിംഗ് ഹാൾ ഇത് ആരതെങ്കിലും, അതുകൊണ്ട് തന്നെ പറയാ, ഇവിടെ ഈ ഡോമിനേറ്റിംഗ് അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളെ കാണും, ഇയാൾ തന്നെ 19-20 വർഷമായിട്ട് ഈ മീറ്റിംഗ് നടത്തുന്നത് അറിയോ? ഒരു പേര്, ജസ്റ്റ് ഒരു പേര് പറയാം, ബിജുവിന്റെ ഗ്രൂപ്പ്, രതീഷിന്റെ ഗ്രൂപ്പ്, അല്ലെങ്കിൽ മറ്റേ ബാബുഖാന്റെ ഗ്രൂപ്പ്. ഇത് പറയുമ്പോൾ ആ വരുന്ന പുതുമക്കാരൻ ഇത് അവർ നടത്തുന്ന മീറ്റിങ്ങിൽ ഞാനൊരു സന്ദർശകനായിട്ട് വരുന്നതെന്നുള്ള ഒരു ഫീലേ വരുള്ളൂ. മദ്യപാനം നിർത്താൻ വേണ്ടിയിട്ട് ഞാൻ ശബരിമലക്ക് പോയ പോലെ, അല്ലെങ്കിൽ വേളാങ്കണ്ണിക്ക് പോയ പോലെ, അല്ലെങ്കിൽ ധ്യാനം കൂടിയ പോലെ ഇവിടെയും ഒരു മീറ്റിങ്ങിൽ വരുന്നു. ഈ കൺസെപ്റ്റ് ആദ്യം അവരെ മനസ്സിന്ന് മാറ്റണം എന്നാണ് പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ആ കൺസെപ്റ്റ് 12 കൺസെപ്റ്റിൽ വരുമ്പോൾ റൈറ്റ് ഓഫ് പാർട്ടിസിപ്പേഷൻ, റൈറ്റ് ഓഫ് കോൺട്രിബ്യൂഷൻ, റൈറ്റ് ഓഫ് അപ്പീൽ, ഇത് എൻ്റെ സ്ഥലമാണ്. ഞാൻ എനിക്ക് വേണ്ടി മദ്യം മാറ്റി നിർത്താൻ വേണ്ടി ഞാനായിട്ട് വരേണ്ട സ്ഥലമാണ് അല്ല എൻ്റെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ പറയാം, ഒരാഴ്ച കാണിക്കുക ആൾക്കാർക്ക്, പുതുമക്കാർക്ക്, ഇത് മീറ്റിംഗ് ഇവിടെ ബുധനാഴ്ച നടക്കുന്നുണ്ട്, ഈ മീറ്റിംഗ് ഇവിടെ വ്യാഴാഴ്ച നടത്തുന്നുണ്ട്, അതേ സമയത്ത് മറ്റേടത്തുണ്ട്. നീ ഈ ഇൻ്റെ ഗ്രൂപ്പ് ആ ഇൻ്റെ ഗ്രൂപ്പ് എന്നൊന്നും നോക്കണ്ട, നീ നിന്റെ ഇഷ്ടത്തിന് ഏത് മീറ്റിംഗ് കിട്ടുന്നോ വൈകുന്നേരം കയറിയിരുന്നോ, സുബോധവനായി നല്ല ജീവിതം ജീവിക്കാന്നുള്ള ഒറ്റ സന്ദേശം കൊടുത്ത് അവനെ വിട്ടാൽ അവൻ പോയിക്കോളും. അതുകൊണ്ട് തന്നെ പറയും, ക്യാരി ദ മെസ്സേജാ. അല്ലാണ്ട് അവനെ തലയിൽ തൂക്കിയിട്ട് നിങ്ങൾ പോണ്ട, നിങ്ങൾ പോണ്ടെന്ന് നിങ്ങളല്ല പറയുന്നത്, ഞാൻ പോണ്ട. ഞാൻ പോയാൽ അവനുള്ളതും പോവും, അവൻ ഡിപ്പെൻഡൻസി ആവും. ഇവൻ വരട്ടെ. ഈ ഡിപ്പെൻഡൻസിന്റെ ഒരു കാര്യം കൂടെ പറഞ്ഞ ഏകദേശം സമയമായി. ഞാൻ മീറ്റിങ്ങിന് പോകുമ്പം പുതുമക്കാരെ, അതായത് സ്ലിപ്പായ ആ സുഹൃത്തിനെല്ലാം വീട്ടിൽ പോയിട്ട് കൂട്ടിക്കൊണ്ടുപോകല് സ്ഥിരം പരിപാടിയാണ്. ഇത് 2 വിധത്തിൽ, ഒന്ന് നല്ലത് തന്നെയാണ്, രണ്ടാമത് മറ്റേ കാര്യം പറഞ്ഞ പോലെ അവരെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവർ ചായ പിടിക്കാൻ നിർബന്ധിക്കും. ഈ ചായ പിടിക്കാൻ വീട്ടിന് മുമ്പ് പോയിട്ട് ചായ പിടിക്കാൻ വേണ്ട ഏല് പറഞ്ഞിരിക്കുന്നു, സെൽഫ് സപ്പോർട്ടിങ്, ഞങ്ങൾ 10 റുപ്യ ഇട്ടിട്ട് ചായ പിടിക്കുള്ളൂ എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടുകാർ ചിരിക്കും. കാരണം അവരെ അണ്ണൻ എന്നെല്ലാം പറഞ്ഞിട്ട് ആൾക്കാർ അവരെല്ലാവരും ഈ ഇവനെ രക്ഷപ്പെടുത്തിയ ഒരാളാണല്ലോ. ആ ഒരു കൺസിഡറേഷനിൽ ഒരു ഒരു അംഗത്തിനെ പോലെ നമ്മളവിടുത്തെ ഫംഗ്ഷനും എല്ലാം പോവും, ചോറും തിന്നും, എല്ലാം തിന്നും, ഇല്ല എന്ന് പറയുന്നല്ല. അതെല്ലാം മാനുഷികമായ ഇതാണ്, അതൊന്നും ഒഴിവാക്കാനൊന്നും പറ്റില്ല. പക്ഷേ റിലേറ്റഡ് ആകുമ്പം, ഈ മീറ്റിങ്ങിനെല്ലാം പോകുമ്പം ഈ ചായ കുടിക്കുക, ഈ പുതിയതായവന് ഈ മീറ്റിംഗ്, പ്രയർ ടു പ്രയർ മീറ്റിംഗ്, അവൻ അപ്പോഴായിരിക്കും ചിലപ്പം ജോലി കഠിനാധ്വാനായിരിക്കും, എന്നെ പോലെ വെറുതെ ഇരുന്നിട്ട് വരുന്ന ആളായിരിക്കില്ല. ജോലി പോയി കഴിഞ്ഞിട്ട് കുറച്ച് നേരം കിടക്കുന്നുണ്ടാകുക. ഈ കുടി പോയി കഴിഞ്ഞാൽ മടി വരുന്ന പറയും. അപ്പോൾ കുറച്ച് കിടക്കുന്നുണ്ടാകുക. ആ സമയത്തായിരിക്കും ഞാൻ ഈ മീറ്റിങ്ങിന് പോയിട്ട് വണ്ടി മുറുക്കിയിട്ട് വാ വാ എന്ന് പറയാം. അപ്പം മൊട്ടമാടി, അതായത് ഒരു സ്റ്റേഷന്റെ മേലെ 3-ാമത്തെ ഇതില് അവിടുന്ന് വിളിച്ചു പറയും, അണ്ണാ വരാ, ഇതാ ഒന്ന് കുളിച്ചിട്ട് വരാ. ഞാൻ താഴെ നിൽക്കുന്നുണ്ട്. മണി 6:30, 7 മണിക്ക് മീറ്റിങ്ങാ, 6:45, അടുത്ത ഫോൺ ഞാൻ അടിക്കും. ഞാൻ റെസ്റ്റ്ലെസ്സാ, വാങ്ങ പോണാകുമ്പോ സമയമായി, വേറെ ചേട്ടനെ വാ ടീ സാപ്പിടலாம். കാഷ്വലായിട്ട് എനിക്ക് വെറുപ്പ് ഇങ്ങനെ കയറാൻ തുടങ്ങും. ഇതിന്റെ വല്ല ആവശ്യമുണ്ട്? അവൻ വേണമെങ്കിൽ അവന് വരണം. ഈ ഉണ്ടിക്കേറ്റ് ഇറങ്ങിപ്പോന്ന് പറഞ്ഞ പോലെ ഞാൻ അവനെ കൊണ്ടുപോയിട്ട് അവനെ സുബോധനാക്കി 5-ാം ചാപ്റ്റർ പഠിച്ചു നിർത്തുമ്പോൾ പറയുന്നുണ്ട്, ഏതൊരു മനുഷ്യശക്തിനെ കൊണ്ട് നമ്മളെ മദ്യത്തിൽ നിന്ന് മാറ്റി നിർത്താനും പറ്റുകയില്ല, ദൈവത്തിനെ കൊണ്ട് മാത്രമേ പറ്റൂ. ഞാൻ ദൈവമാകുക അവിടെ. അവനെ പൊന്തിച്ച് കൊണ്ടുപോയി മുക്കി കുളിപ്പിച്ച് അവനെ നല്ലവനാക്കി തിരിച്ചു കൊണ്ടാന്ന്. ഇതിൻ്റെ ഇടയിൽ പല പ്രശ്നങ്ങളും നടക്കും. അപ്പോൾ ഈ സംഗതിക്കൊന്നും, അത് തന്നെ പറയാ, ഈ ഇമോഷണൽ സോബറിറ്റി എന്ന് പറഞ്ഞ പോലെ, ആരോ മൈക്ക് ഓണാന്ന് തോന്നുന്നു, ആ ഇമോഷണൽ ഇതിനൊന്നും ഞാൻ സ്ഥാനം കൊടുക്കരുത്. അവരെ കുടുംബം അവർ നോക്കിക്കോളും. ചിലപ്പോൾ അവർ ഭാര്യയും മക്കളും എല്ലാം ആയിട്ട് കുടിക്കാതെ പുറത്തു പോകാമെന്ന് പ്ലാൻ ഇട്ടിട്ടില്ല. ഞാൻ ഈ മീറ്റിങ്ങിന് പോകണമെന്ന് പറഞ്ഞ് നിർബന്ധിക്കുമ്പോൾ അവരെ ഭാര്യയും മക്കളടക്കം ചിലപ്പം ഡെയിലി മീറ്റിങ്ങിന് പോകണം ഇങ്ങനെയെല്ലാം ചോദിക്കുന്ന കൂട്ടരുണ്ട്. അപ്പൊ അവരോട് കാര്യങ്ങൾ പറയാ. ഇന്ന് ഞാനൊരു പുതുമക്കാരനെ ഞാൻ പറഞ്ഞില്ല, ഞാൻ വന്നിട്ടുള്ളൂ, വന്ന് മീറ്റിങ്ങിന് വന്ന് എൻ്റെ ഫോൺ നമ്പർ ആരുടെ വാങ്ങി സംസാരിച്ച്, ഞാനും സംസാരിച്ച്
ഞാൻ പറഞ്ഞു ഇന്ന് ഇവിടുത്തെ മീറ്റിംഗ് ഉണ്ട്. ഇല്ല ചേട്ടാ, ഇന്ന് എനിക്ക് ഫ്രീ ഇല്ല, ഭാര്യയും മക്കളുമായിട്ട് ഞാൻ വിഷുവിന്റെ പർച്ചേസ് എല്ലാമാണ്. ഞാൻ പറഞ്ഞു ധാരാളം പോയിട്ട് വാ, ഭാര്യയും മക്കളെ കൂടെ അല്ലേ, അവരെ കാര്യം പിന്നെ ആരാ നോക്കുക, അടുത്ത വീട്ടുകാരനെ. ആ 90 ദിവസം ഇവിടെ മീറ്റിങ്ങിന് വരാൻ പറഞ്ഞിട്ടുണ്ട്, 90 ദിവസം കഴിഞ്ഞിട്ട് വേണേ 91ാമത്തെ ദിവസം നീ വിഷു ഈസ്റ്റർ എല്ലാം കൊണ്ടാടിക്കോ. ഈസ്റ്ററും വിഷുവും പോയി കിട്ടും. ട്രീറ്റ്മെന്റ് സെന്ററിൽ ചേർത്തിട്ട് എൻ്റെ അടുത്ത് ട്രീറ്റ്മെന്റ് സെന്ററിൽ അവരെ ഇഷ്ടത്തോടെ ചേർത്താ, അതിനൊന്നും റെക്കമെൻഡ് ചെയ്തിട്ട് ഒരിക്കലും ഞാൻ പറയലേ ഇല്ല. പക്ഷെ അധിക കൂട്ടരും പറയാ 90 ദിവസം ഒരു വർഷം കൊണ്ടേ ഇട്ട ഞങ്ങൾ പൈസ തരാം, ഇവന്റെ ശല്യം സഹിക്കാൻ വയ്യൂല. ഈ ശല്യം സഹിക്കാൻ വയ്യൂല ആരാ പറയുന്ന? അമ്മയാ, അല്ലെങ്കിൽ സ്വന്തം ചേട്ടനാ, അല്ലെങ്കിൽ ഭാര്യയാ, മക്കളാ പറയുന്നത്. ഒരു കുട്ടി ചോദിച്ചിരുന്നു, ഇന്നും ഉണ്ട് തൂത്തുക്കുടിയിൽ, അയാള് കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ 5-6 കൊല്ലമായിട്ട് വരുന്നുണ്ട്, വൈകുന്നേരം ആകുമ്പോൾ അദ്ദേഹം കുടിക്കും. പുതുമക്കാരൻ തന്നെ അദ്ദേഹം ഇന്നും. അദ്ദേഹത്തിന് 1 വർഷം ടോക്കൺ വാങ്ങി കൊടുക്കാന്ന് പലരും അറ്റംപ്റ്റ് ചെയ്തിട്ട് പറ്റുന്നില്ല. അദ്ദേഹത്തിന്റെ പ്രശ്നം മദ്യമാണോ എന്ന് ചോദിച്ചാൽ എല്ലാം തന്നെ പറയേണ്ടി വരും. കാരണം വൈകുന്നേരം മാത്രമേ കുടിക്കുന്നുള്ളൂ, വീട്ടിലൊരു കടമില്ല, നല്ലൊരു വലിയൊരു ഷോപ്പുണ്ട്, മോൻ ഡോക്ടറാണ്, മോൾ എഞ്ചിനീയറാണ്, അവളെ കല്യാണം ചാംന്ന് കഴിച്ച് ഭയങ്കര കുറെ പൊന്നെല്ലാം കൊടുത്തിട്ട്. ഈ പുതുമക്കാരന്റെ ആ ഒരു ഇതെന്താണെന്നറിയോ? അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ഏറ്റവും വലിയ ശത്രുവായിട്ട്, നമ്മളെല്ലാം അത് തന്നെയാണ് ശത്രുവായിട്ട് കാണുന്നത്. ഭാര്യനെ ചീത്ത പറയാനും അടിക്കാനുമാണ് ഈ മദ്യം ഉപയോഗിക്കുന്നത്. പകുതി കുടിച്ചിട്ട് പകുതി അവിടെ ഇട്ടിട്ട് വന്നേക്കും. അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി അത്രേ ഉള്ളൂ. എന്നിട്ട് ട്രീറ്റ്മെന്റ് സെന്ററിലെല്ലാം കൊണ്ടുപോയി ചേർക്കും. ആ സ്ത്രീ വരാൻ വേണ്ടി കുറച്ചു കാലം വരും, വീണ്ടും കുടിക്കും. അദ്ദേഹത്തിന്റെ ഭാര്യനോട് പറഞ്ഞ കാര്യമെന്നാ പറഞ്ഞത്, ഞാൻ ഒരു ക്വാർട്ടറാ കുടിക്കുന്നുള്ളൂ. ഈ സുരേഷ് സാർ വന്ന് പറയുന്ന സാറില്ലേ, ഇദ്ദേഹം 8 ക്വാർട്ടർ കുടിച്ചിട്ടാണ് ഏലൊക്കെ വന്നത്. അപ്പൊ അങ്ങനെയാണ് ഈ ഡോണ്ട് കമ്പയർ, ഐഡന്റിഫൈ എന്ന് പറയും. മറ്റുള്ള സഫറിങ്സും മറ്റേതെല്ലാം പറയുമ്പം എനിക്കിങ്ങനൊന്നും ആയിട്ടില്ല, ഇത് 2 വിധത്തിലെടുക്കും. അതായത് എനിക്കിങ്ങനൊന്നും ആയിട്ടില്ല, നേരത്തെ ആ സുഹൃത്ത് പറഞ്ഞ പോലെ ഞാൻ ഇങ്ങനെ ആയിട്ട് ഞാൻ വേണമെങ്കിൽ എന്നോട് നെയ്വേലിലൊരു എംപ്ലോയിന്റെ മകന ഇത് പറഞ്ഞ് നിർത്താൻ രാജേഷ്, മകന 12 സ്റ്റെപ്പ് ചെയ്യണം, അവന് എയിലേക്ക് കൂട്ടി കൊണ്ടുപോകണം എന്നെല്ലാം പറഞ്ഞാൽ അവൻ്റെ അച്ഛൻ സ്ഥിരം കുടിക്കുന്ന ആളാണ്. അവരെ വീട്ടിൽ പോയി ഞാൻ, ആ പയ്യന് കല്യാണമൊന്നും ആയിട്ടില്ല, ജോലിയില്ല, കുടിക്കുന്നുണ്ട്, പക്ഷേ അച്ഛനെ കണ്ടിട്ടാ കുടിക്കുന്നത്. അച്ഛൻ തന്നെയാണ് ഇവന്റെ കുടി നിർത്തണമെന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഞങ്ങളില്ല, ഞാൻ മാത്രമാണ് പോയത്. അതാ രസം. ഈ 12ാം പഠിക്കും മറ്റുള്ള പുതുമയുള്ള ആൾക്കാരെടുത്ത് അല്ലെങ്കിൽ സ്ലിപ്പായ കൂട്ടരനും കാണാൻ പോകുമ്പോൾ ഒരു 2-3 ആൾക്കാർ ഗ്രൂപ്പ് ഒന്ന് പോകണമെന്നാ പറയുക. അതിൽ പല കാര്യങ്ങളുണ്ട്. അപ്പം നേരെ പോയി ഇദ്ദേഹത്തിനോട് സംസാരിച്ച് ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണ് സംഗതികൾ, വന്ന അങ്കിളെല്ലാം കണ്ടില്ല, ഞാനിപ്പോൾ രക്ഷപ്പെട്ട് കുടുംബത്തിനോടുണ്ട്, സന്തോഷമായിട്ടുണ്ട്. അവൻ ഒറ്റ ചോദ്യം ചോദിച്ചു, അങ്കിൾ നിങ്ങൾ എത്ര വയസ്സിലാണ് നിർത്തിയത്? ഞാൻ പറഞ്ഞു 45 വയസ്സിൽ. എനിക്ക് 32 വയസ്സായിട്ടുള്ളൂ, ഞാൻ 45 വയസ്സിൽ നിർത്തിക്കോളാം, വിട്ടോന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവന്റെ ബാക്കിൽ കൂടെ ഞാൻ ഇല്ല, ബിഗ് ബുക്കിൽ 18ാം പേജിൽ പറഞ്ഞ 50, ഒരു ബിഗ് ബുക്കും ഇല്ല, ഒരു 12 സ്റ്റെപ്പും ഇല്ല, തീർന്ന്. അവന് മദ്യപിക്കണം എന്നുള്ള ആഗ്രഹമല്ല, അവനോട് പോയിട്ട് മദ്യം നിർത്തണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കാത്ത കഥയാണ്. അതുകൊണ്ട് തന്നെ പറയും, ഞാൻ ഈ എൻ്റെ റെസിഡൻസിൽ തന്നെ താഴെയൊരാൾക്ക് ഭയങ്കര പ്രോബ്ലം ഉണ്ട്, ശാരീരിക പ്രശ്നം. അയാൾ കഷ്ടപ്പെടുന്ന കണ്ടിട്ട് ഞാൻ ഈ എയുടെ പോംലെറ്റ് അദ്ദേഹത്തിന്റെ വൈഫിന്റെ അടുത്ത് വേറൊരു മെമ്പർ നമ്പർ എഴുതി കൊടുത്തിട്ട് അവരെന്തെങ്കിലും സഹായത്തിന് വേണേൽ ഇവരെ വിളിച്ചാൽ മതി, വരും എന്നുള്ള രീതി പറഞ്ഞു നിർത്തി. അദ്ദേഹം ഇന്നും കൺട്രോൾ ചെയ്ത് കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 2-3 പ്രാവശ്യം ഹോസ്പിറ്റലൈസ് ആയ ആളാണ്, പല പ്രശ്നങ്ങളും ഉണ്ട്. എല്ലാവരും പറയുന്നുണ്ട് അദ്ദേഹത്തിന് കുടിച്ചു കഴിഞ്ഞാൽ നിർത്താൻ പറ്റില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നുണ്ട്, പക്ഷെ അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനത്തെ പുതുമക്കാരെ നമ്മളെ കൊണ്ടൊന്ന് വരുത്തിക്കാനൊന്നും പറ്റൂല. ജസ്റ്റ് അവരവരുടെ ഫ്രീഡത്തിൽ വിട്ടു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് അവർ മനസ്സിലാക്കുന്ന ദൈവത്തിന്റെ ഇതിൽ ആ ഗോഡ് ഓഫ് മൈ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞ് എനിക്ക് എങ്ങനെ കിട്ടിയോ, എന്നെ പോലത്തെ ഒരു മോശം എൻ്റെ ജീവിതമൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. ഞാനുള്ള സ്ഥലത്ത് പറയുമ്പോൾ എൻ്റെ ഭാര്യ പറയും, നിങ്ങൾ പിന്നെ ഇവിടെ ഈ ഏരിയയിലെ അവർ നിർത്തിക്കൂല, ഇത്ര മോശമായ ആളാണോ എന്ന് ചിന്തിക്കും. അപ്പൊ ഞാൻ എല്ലായിടത്തും എൻ്റെ കാര്യങ്ങളൊന്നും പറയാനും പാടില്ല. അനോണിമിറ്റി ഇതാണ്. ആ രഹസ്യം നമ്മളെപ്പോ നമ്മളെ ഉള്ളിൽ വെക്കുന്നുള്ള ഒരു ഉറപ്പോടെ കൊടുത്തു കഴിഞ്ഞാൽ പുതുമക്കാരൻ ഒരിക്കലും വരാതിരിക്കില്ല, വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെ ഡിസ്റ്റർബും ചെയ്യരുത്. ഈ കടിച്ച് തുപ്പി അവർക്ക് അന്ന് തന്നെ എല്ലാം പറഞ്ഞു കൊടുത്ത്
അവസാനം അവനെ റെസ്റ്റ്ലെസ് ആക്കരുത് എന്ന് പറയും. ഏതായാലും ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ ഇങ്ങനെ കുറെ കാലം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ ഈ കൂട്ടിപ്പിടുത്തവും ഇങ്ങനെയുള്ള ചാൻസ് തന്നും എന്നെയും കേട്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇപ്പോൾ 33 പേരുണ്ട്. താങ്ക് യു രാജേഷ്. താങ്ക് യു. താങ്ക് യു സുരേഷ് ചേട്ടാ, താങ്ക് യു. ഞങ്ങളോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. താങ്ക് യു സുരേഷ് ഏട്ടാ, താങ്ക് യു. സുരേഷ് ചേട്ടന് ആയുസ്സും ആരോഗ്യവും സുബോധത്തിന്റെ നല്ല നാളുകൾ ജീവിതകാലം മുഴുവൻ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും കൂട്ടിച്ചേർത്ത് പറയാൻ